വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം. വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 32 മുതൽ 46 വരെ. മർക്കോസ് 1:32 മുതൽ. സൂര്യാസ്തമയത്തോടെ സകല രോഗികളെയും ദുരാത്മാക്കൾ ബാധിച്ചവരെയും യേശുവിന്റെ അടുക്കൽ കൊണ്ടുവന്നു. നഗരവാസികൾ മുഴുവൻ തന്നെ വാതിൽക്കൽ വന്നുകൂടി. വിവിധ രോഗങ്ങൾ ബാധിച്ചിരുന്ന വളരെ പേരെ അവൻ സുഖപ്പെടുത്തി. അനേകം ദുരാത്മാക്കളെ പുറത്താക്കുകയും ചെയ്തു. ദുരാത്മാക്കൾക്ക് അവനെ പറ്റി അറിയാം എന്നുള്ളതുകൊണ്ട് ഒന്നും സംസാരിക്കുവാൻ അവരെ അവൻ അനുവദിച്ചില്ല. പ്രഭാതത്തിൽ അവൻ വളരെ നേരത്തെ എഴുന്നേറ്റ് ഒരു വിജനസ്ഥലത്തേക്ക് പോയി അവിടെ ഇരുന്നേ പ്രാർത്ഥിച്ചു. ശീമോനും കൂടെയുള്ളവരും അവനെ അന്വേഷിച്ച് പുറപ്പെട്ടു. കണ്ടെത്തിയപ്പോൾ അവനോട്, എല്ലാ മനുഷ്യരും നിന്നെ അന്വേഷിക്കുന്നു എന്ന് പറഞ്ഞു. അവനവരോട്, നമുക്ക് സമീപമുള്ള പട്ടണങ്ങളിലേക്ക് പോകാം, അവിടെയും എനിക്ക് പ്രസംഗിക്കേണ്ടിയിരിക്കുന്നു, ഇതിനല്ലോ ഞാൻ വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞു. അവൻ ഗലീലാവിനും സിനഗോഗുകളിൽ പ്രസംഗിക്കുകയും പിശാചുകളെ പുറത്താക്കുകയും ചെയ്തുകൊണ്ടായിരുന്നു. അനന്തരം ഒരു കുഷ്ഠരോഗി അവന്റെ അടുക്കൽ വന്ന് പാദത്തുങ്കൽ വീണ്, നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കുവാൻ കഴിയും എന്ന് പറഞ്ഞു. അപ്പോൾ യേശു കൈനീട്ടി അവനെ തൊട്ട്, എനിക്ക് മനസ്സുണ്ട്, നീ ശുദ്ധനാകുക എന്ന് പറഞ്ഞു. ഉടൻ തന്നെ അവൻ കുഷ്ഠം മാറി ശുദ്ധനായി തീർന്നു. യേശു അവനെ വിലക്കിക്കൊണ്ട്, നോക്കൂ, നീ ഇതാരോടും പറയരുത്. എന്നാൽ നീ പോയി ആചാര്യന്മാരുടെ സാക്ഷ്യത്തിന് നിന്നെ അവർക്ക് കാണിച്ചു കൊടുത്ത് മോശ കൽപ്പിച്ചിട്ടുള്ള പ്രകാരം നിന്റെ ശുദ്ധീകരണത്തിനുള്ള വഴിപാട് കഴിക്കുക എന്ന് പറഞ്ഞു. എന്നാൽ അവൻ പോയി ഇതേപ്പറ്റി വളരെയേറെ സംസാരിക്കുവാനും ഈ വാർത്ത പ്രചരിപ്പിക്കുവാനും തുടങ്ങി. അതുകൊണ്ട് പരസ്യമായി ഒരു പട്ടണത്തിലും പ്രവേശിക്കുവാൻ യേശുവിനെ കഴിഞ്ഞില്ല. തന്നിമിത്തം അവൻ പുറത്തെ വിജനമായ പ്രദേശത്തെ വസിച്ചു. എങ്കിലും എല്ലാ സ്ഥലങ്ങളിൽ നിന്നും ജനങ്ങൾ അവന്റെ അടുക്കൽ വന്നുകൊണ്ടിരുന്നു. സ്വല്പസമയം. അനുഗ്രഹകരവും വിജയകരവുമായ നമ്മുടെ വലിയ നോമ്പിന്റെ ഒരു വാരം കഴിഞ്ഞ് 2-ാം വാരത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. വലിയ നോമ്പിന്റെ 2-ാം ഞായറാഴ്ച എന്നാണ് ഈ ഞായറാഴ്ച അറിയപ്പെടുന്നത്. കുഷ്ഠരോഗികളെ ഓർക്കുവാനും കുഷ്ഠരോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും കുഷ്ഠരോഗികളുടെ ആഴ്ചയായിട്ട് ഇതിനെ മാറ്റിയിരിക്കുകയാണ്. എല്ലാ വർഷവും 50 നോമ്പിൽ 2-ാം ഞായറാഴ്ച ഇങ്ങനെ കുഷ്ഠരോഗികളെ ഓർക്കുന്നൊരു നല്ല പതിവ് നമുക്കുണ്ട്. ഇന്നും ഈ വർഷവും നമ്മൾ ആ പതിവ് അനുസരിച്ച് നോമ്പിന്റെ 2-ാം ഞായറാഴ്ച കുഷ്ഠരോഗികളെ സൗഖ്യമാക്കിയ കാര്യം നമ്മൾ വായിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഇന്ന് വായിച്ച തിരുവചനത്തിൽ നിന്ന് നമുക്ക് എന്തൊരു സന്ദേശം കിട്ടാനുണ്ടോ? നമ്മളിൽ കുഷ്ഠരോഗികൾ വല്ലവരും ഉണ്ടോ? അപ്പോൾ ആ കുഷ്ഠരോഗം ഉണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ ഇന്നത്തെ ആരാധന ഉതകട്ടെ എന്ന് ആശംസിക്കുകയാണ്. അങ്ങനെ നമ്മുടെ അകത്തെ മനുഷ്യന് കുഷ്ഠം വരാൻ സാധ്യതയുണ്ട്, പുറത്തെ മനുഷ്യനും കുഷ്ഠരോഗം വരാം. 2 കുഷ്ഠരോഗത്തിൻ്റെയും പ്രത്യേകത തുടങ്ങിയാൽ അറിയുകയില്ല, വളരെ വൈകിയ തിരിച്ചറിയുക എന്നുള്ളതാണ് കുഷ്ഠരോഗത്തിൻ്റെ ഒരു പ്രത്യേകത. ശരീരത്തിന് കുഷ്ഠരോഗം വന്നാൽ കുറേ നാൾ കഴിയുമ്പോൾ നമ്മുടെ തൊലിക്ക് സ്പർശന ശക്തി കുറയുക എന്നുള്ളതാണ് ആദ്യം കാണുന്ന ലക്ഷണം. ചൂടുവെള്ളം വീണാലും ചൂടറിയുകയില്ല, കൈക്കും കാലിനും ഒരു മരവിപ്പ്, ഇത്രേ കാണുകയുള്ളൂ. അത് അവഗണിച്ച് കുറേ നാൾ പോയി കഴിയുമ്പോൾ അത് വ്രണങ്ങളായി മാറി കൈകാലുകളുടെ അറ്റ വ്രണം വന്ന് മുറിഞ്ഞ് അത് ചെറുതായിക്കൊണ്ടേയിരിക്കും. അങ്ങനെ ശരീരം മുഴുവൻ കുഷ്ഠം ബാധിച്ച് അങ്ങനെ ക്രമേണയാണ് ഈ രോഗം ബാധിക്കുന്നത്. ഇത് വലുതാകുന്നത്, ഇത് മാരകമായി തീരുന്നത്. ഈ കുഷ്ഠരോഗികളെ അല്ലെങ്കിൽ കുഷ്ഠരോഗത്തെ നമ്മൾ എല്ലാം നോയമ്പിൻ്റെയും ആദ്യത്തെ വാരത്തിൽ കഴിഞ്ഞ് 2-ാം വാരത്തിൽ ഓർക്കുന്നതിനൊരു പ്രസക്തിയുണ്ട്. നമ്മുടെ അകത്തെ മനുഷ്യന് കുഷ്ഠം ബാധിച്ചാൽ അത് അറിയണമെന്നില്ല, അത് വളരെ വൈകി മാത്രമേ അറിയുകയുള്ളൂ. പുറത്തെ മനുഷ്യൻ്റെ കുഷ്ഠത്തിനും ആ പ്രശ്നമുണ്ട്. കുഷ്ഠരോഗം വരുന്ന വഴി, കുഷ്ഠം സൗഖ്യമാക്കുന്ന വഴി ഇത് പഠിച്ചാൽ മാത്രമേ നമുക്കെങ്ങനെയാണ് കുഷ്ഠരോഗം വരുന്നതെന്നുള്ള കാര്യം
2 ദിനവൃത്താന്തം 26-ാമത്തെ അധ്യായം ഇന്ന് വായിച്ച കൂട്ടത്തിലില്ല. സ്പെഷ്യലായിട്ട് കുഷ്ഠരോഗം വരുന്ന വഴി കണ്ടുപിടിക്കാൻ വേണ്ടി 2 ദിനവൃത്താന്തം 26-ാം അധ്യായത്തിൽ ഒരു രാജാവിന് കുഷ്ഠം വന്നത് എങ്ങനെയാണ്? 2 ദിനവൃത്താന്തം 26-ാം അധ്യായത്തിന്റെ 16-ാമത്തെ വാക്യം മുതൽ വരുന്നത് ഒരു രാജാവിന് എങ്ങനെയാ കുഷ്ഠരോഗം വന്നത്? എന്നാൽ അവൻ ബലവാനായപ്പോൾ അവന്റെ ഹൃദയം അവന്റെ നാശത്തിനായി നിഗളിച്ചു. അപ്പൊ നമുക്ക് ബലം വരുമ്പോൾ ആത്മീയവും മാനസികവും ശാരീരികവും സാമ്പത്തികവുമായ ബലം, സമൃദ്ധി, സ്ഥാനം, മാനം, ബഹുമാനം, ആദരവ് മുതലായ കിട്ടിക്കഴിയുമ്പോൾ നമുക്ക് നിഗളം വരാൻ സാധ്യതയുണ്ട്. നിഗളത്തിൽ കൂടെ വരുന്ന കുഷ്ഠരോഗമുണ്ട്. ചെറുകിട മുറയ്ക്കുന്ന കെറൂബ് നല്ല സുന്ദരനായിരുന്നു, നവരത്നങ്ങൾ കൊണ്ട് പൊതിയപ്പെട്ടിരുന്നു, നല്ല ബുദ്ധിമാനായിരുന്നു. അവൻ നിഗളിച്ചപ്പോഴാണ് വൃത്തികെട്ട പിശാചായിട്ട് മാറിയത്. ആ പിശാചാണ് ഒത്തിരി മാലാഖമാരെ പഠിപ്പിച്ച് അവരും പിശാചികളായി. ഏതെന്തോടത്തേക്ക് ആദാവും അന്യാവായും പഠിപ്പിച്ച് അവരെ വാദത്തിലേക്ക് കൊണ്ടുപോയി. ഈ നമുക്ക് കിട്ടിയിരിക്കുന്നതായ നേട്ടങ്ങൾ, ധനം, മാനം, ജീവൻ, സൗന്ദര്യം മുതലായവ നിഗളത്തിലേക്ക് നയിച്ചാൽ അത് കുഷ്ഠത്തിൽ അവസാനിക്കും എന്നുള്ള ഒരു വലിയ മുന്നറിയിപ്പ് ഇതിനകത്തുണ്ട്. നിഗളമെന്ന് പറയുന്ന സ്വഭാവം പിശാചിൻ്റെതാണ്. അത് നമുക്കുണ്ടായാൽ അതിൻ്റെ പുറകെ കുഷ്ഠവും കൊണ്ട് വന്നിരിക്കും. അത് വളരെ വൈകി മാത്രമേ തിരിച്ചറിയുള്ളൂ. നമ്മൾ പുറത്താക്കപ്പെട്ട് തള്ളപ്പെടുമ്പോഴേ വിവരം മനസ്സിലാവുള്ളൂ. നിഗളം കൊണ്ട് ചെറുകിടത്ത് മറിക്കുന്ന കെരൂബ് തള്ളപ്പെട്ടു. തന്നെ കത്തിച്ച് കളയുവാൻ കോടതി വിധി ഉണ്ടാവുകയും ചെയ്തു. ഇതുവരെയും കത്തിച്ചിട്ടില്ല. അവനാ പിശാചായ അനേകരെ പിശാചികളാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അനേകരെ ധിക്കാരികളും അഹങ്കാരികളും നിഗളികളുമാക്കി അവരെയും കുഷ്ഠരോഗികളാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഉസിയ രാജാവിന് നിഗളം ഉണ്ടായപ്പോൾ കുഷ്ഠരോഗം വന്ന കാര്യം 19-ാം വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്. പുരോഹിതന്മാർ മാത്രം ചെയ്യുവാൻ ദൈവം ആക്കിയിരുന്ന ഒരു ശുശ്രൂഷയാണ് ധൂപപ്രാർത്ഥന. ആ ധൂപപ്രാർത്ഥന പുരോഹിതന്മാർ ശുശ്രൂഷക്കാരെ കൊണ്ട് ജയിപ്പിക്കാറുണ്ട്. പക്ഷേ അത് പുരോഹിതന്റെ പണിയാകട്ടെ. ശുശ്രൂഷക്കാർ അറിഞ്ഞിരിക്കണം, ധൂപക്കുറ്റിയും ധൂപപ്രാർത്ഥനയും ആരുടെ പണിയാണ്? പുരോഹിതന്റെയാണ്. പിന്നെ പുരോഹിതന്റെ അനുവാദത്തോടെ വേണമെങ്കിൽ അത് അനുവാദം ഇല്ലാതെ ചെയ്താൽ കുഷ്ഠം വരാൻ സാധ്യതയുള്ള ഒരു ശുശ്രൂഷയാണ് ധൂപം. അതുകൊണ്ടാണ് ഒരു ശുശ്രൂഷക്കാരൻ വന്ന് ഒരു പുരോഹിതനെ കൊണ്ട് മുന്തിരിക്ക വിളിച്ച് കൈയൊക്കെ മുത്തിയിട്ട് ധൂപം വീശുള്ളൂ. കാര്യം ചെയ്ത് എൻ്റെ പണിയായത് ഞങ്ങൾ അർഹതയുള്ളതല്ല, അച്ഛൻ്റെ പണിയായത്. അച്ഛൻ ഞങ്ങൾ ഏൽപ്പിക്കുകയാണെങ്കിൽ ചെയ്യാമെന്ന് പറഞ്ഞത്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ രാജകീയ പുരോഹിത വർഗമാണ്. ഈ രാജകീയ പുരോഹിത വർഗമായി ശുശ്രൂഷ ചെയ്യുമ്പോൾ നിഗളം ഉണ്ടായാൽ അത് കുഷ്ഠമായിട്ട് മാറാൻ സാധ്യതയുണ്ടെന്ന് ഇവിടെ ഈ രാജാവിന് കുഷ്ഠം വന്നത് എങ്ങനെയാണെന്ന് എഴുതിയിരിക്കുന്നു 19-ാം വാക്യത്തിൽ. ധൂപം കാട്ടുവാൻ കയ്യിൽ ധൂപകലശം പിടിച്ചുകൊണ്ട് ഉസിയാവ് കോപിച്ചു. അവൻ പുരോഹിതന്മാരോട് കോപിക്കുമ്പോൾ തന്നെ യഹോവയുടെ ആലയത്തിൽ ധൂപപീഠത്തിന്റെ അരികെ വെച്ച് പുരോഹിതന്മാർ കാണുക അവന്റെ നെറ്റിയിൽ കുഷ്ഠം പൊങ്ങി. അപ്പോൾ ധിക്കാരത്തോടും നിഗളത്തോടും കൂടെ നമുക്ക് അനുവാദമില്ലാത്തതോ നമുക്ക് അനുമതിയില്ലാത്ത കാര്യങ്ങൾ ധിക്കാരത്തോടെ ചെയ്ത് പുരോഹിതന്മാരോട് കോപിച്ചാൽ കുഷ്ഠം വരാൻ സാധ്യതയുണ്ട്. സൂക്ഷിക്കണം പുരോഹിതന്മാരുടെ ഇടപെടുന്ന കേട്ടോ. എന്താ, പുരോഹിതന്മാരോട് കോപിച്ചാൽ അവർ പറയുന്നത് കേൾക്കാതിരുന്നാൽ കുഷ്ഠം വരാൻ സാധ്യതയുണ്ടെന്നുള്ളതാണ് പഴയ നിയമത്തിലെ പൗരോഹിത്യ ശുശ്രൂഷയ്ക്കിടയിലുള്ള സംഭവം നമ്മളെ പഠിപ്പിക്കുന്നത്. മോശയുടെ മൂത്ത സഹോദരി മിരിയാമിന് കുഷ്ഠരോഗം വന്നു. മോശയോട് പിറുപിറുത്തപ്പോൾ, മോശയോട് അഹങ്കാരം കാണിച്ചപ്പോൾ മിരിയാമിനോട് ആലോചിക്കാതെ ഒരു കാര്യം ദൈവം ചെയ്തത് മിരിയാമിന് ഇഷ്ടപ്പെട്ടില്ല. ഞാൻ മൂത്തതല്ലേ, ഞാൻ പെങ്ങളല്ലേ, എനിക്ക് അമ്മയുടെ സ്ഥാനം കൂടെ ഉണ്ട്, എന്നോട് ചോദിക്കാതെ ദൈവം അത് ചെയ്തല്ലോ എന്ന് പറഞ്ഞ് ദൈവത്തോടും മോശയോടും പിറുപിറുത്തപ്പോൾ മിരിയാമിനും കുഷ്ഠരോഗം പിടിപ്പെട്ടു. പിന്നെ കുഷ്ഠരോഗം വന്ന മറ്റൊരു കാര്യം നമ്മൾ ഇന്ന് വായിച്ച വേദഭാഗത്തിനകത്തുണ്ട്. അവിടെ
കുഷ്ഠം ബാധിച്ച ഒരാളുടെ നയമാന്റെ കുഷ്ഠം ഗേഹസിക്ക് പിടിച്ച കാര്യം. അത്യാഗ്രഹം കൊണ്ട് മേലധികാരികളുടെ അധികാരമില്ലാതെ, അവകാശമില്ലാതെ, അനുവാദമില്ലാതെ സീക്രട്ടായിട്ട് രഹസ്യമായി നമ്മൾ അപഹരിച്ചെടുക്കുന്ന കാര്യങ്ങൾ കുഷ്ഠരോഗം വരുത്തും. നമ്മൾ അനുവാദമില്ലാതെയും അർഹതയില്ലാതെയും ഏതെങ്കിലും അപഹരിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ അത് കുഷ്ഠം വരുത്താൻ സാധ്യതയുള്ളതാണ്. അപ്പം ഞാൻ കുഷ്ഠം വരുന്ന പല വഴികൾ നമ്മൾ കേട്ടു. ഇതൊന്നും ഇല്ലാത്തവരാണ് നമ്മളെന്ന് പറയാനൊക്കെ. നമ്മളോ നമ്മുടെ പൂർവികരോ ഇത് ഏതെങ്കിലും ബലഹീനതയുള്ളവരായിരുന്നതുകൊണ്ട് നമുക്കും പാപകുഷ്ഠം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് എല്ലാ വർഷവും നോമ്പിന്റെ 2-ാം വാരത്തിൽ കുഷ്ഠരോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു ശുശ്രൂഷ വെച്ചിരിക്കുന്നു. നമുക്ക് ആ അകത്തെ മനുഷ്യന്റെ മരവിപ്പ്, കുഷ്ഠരോഗം മരവിപ്പായിട്ട് വന്നിട്ട് സ്പർശന ശക്തി നഷ്ടപ്പെടുക എന്നുള്ളതാണ് ആദ്യത്തെ അടയാളം. സ്വർഗത്തിലെ പിതാവായ ദൈവം തമ്പുരാൻ പുത്രനായ ദൈവം തമ്പുരാനെ നമുക്ക് ജീവിത പങ്കാളിയായിട്ട് തന്നതാണ്. വിവാഹ നിശ്ചയം ചെയ്ത് വിവാഹത്തിനായിട്ട് ഒരുങ്ങിക്കൊണ്ടിരിക്കുകയുമാണ്. വിവാഹം ഇതുവരെ നടന്നില്ല. കാര്യം എന്താണെന്നറിയാമോ? വിവാഹ നിശ്ചയം കഴിഞ്ഞിരിക്കുന്ന മണവാട്ടിക്ക് കുഷ്ഠമുണ്ടെന്ന് തെളിഞ്ഞാൽ പിന്നെ കെട്ടാനൊക്കെ പോകും. കുഷ്ഠരോഗം മാറിയിട്ടല്ലേ പറ്റുള്ളൂ. അതിൽ ഉപേക്ഷിക്കുകയല്ല, കുഷ്ഠം മാറാൻ നോക്കിയിരിക്കുക. അപ്പോൾ സ്വർഗീയ മണവാളനായ യേശു നമ്മളെ കെട്ടിക്കൊള്ളാമെന്ന് പറഞ്ഞു. വിവാഹ നിശ്ചയം ചെയ്തു. വിവാഹം ഇതുവരെ നടക്കുന്നില്ല. കാര്യം എന്താണ്? കുഷ്ഠത്തിന്റെ ലക്ഷണങ്ങൾ കാണിക്കുന്നുണ്ട്. കുഷ്ഠത്തിന്റെ ആദ്യത്തെ ലക്ഷണം തൊട്ടാൽ അറിയുകയെന്നുള്ളതാണ്. ചൂടുവെള്ളം വീണാലും അറിയുക. അപ്പോൾ സ്വർഗത്തിലെ പിതാവായ ദൈവം തമ്പുരാൻ ഇമ്മാനുവേലിനെ നമ്മുടെ ജീവിത പങ്കാളിയായിട്ട് നിന്റെ കൂടെ തന്നേക്കാവുന്ന കൂടെ തന്നിരിക്കുക. ലോകാവസാനത്തോളം കൂടെ ഇരിക്കാം. ലോകാവസാനത്തോളം കൂടെ ഇരിക്കുന്ന ഇമ്മാനുവേൽ ഇപ്പോൾ കൂടെയുണ്ട്. നിങ്ങളെ തൊടുന്നുമുണ്ട്, കയ്യെ പിടിച്ചിട്ടുമുണ്ട്. പക്ഷെ അറിയുന്നുണ്ടോ? ഇപ്പോൾ കുഷ്ഠമില്ലേ? ഉണ്ട്. അപ്പൊ കർത്താവ് നമ്മളെ കയ്യെ പിടിക്കുന്ന അറിയുന്നില്ലെങ്കിൽ കുഷ്ഠ കയ്യേല് കാണുന്നില്ലെങ്കിൽ കണ്ണേലും കുഷ്ഠം കാണും. കേൾക്കുന്നില്ലെങ്കിൽ ചെവിയേലും കാണാം. അങ്ങനെ പഞ്ചേന്ദ്രിയങ്ങൾ കുഷ്ഠം പിടിച്ചുകൊണ്ട് ഒരു ബോധവുമില്ല. അപ്പൊ ബോധമില്ലാത്തവരുടെ സഹതാപം വേണം കേട്ടോ. കുഷ്ഠം അധികമാണെന്ന് എനിക്ക് അർത്ഥം. അതുകൊണ്ട് കുഷ്ഠരോഗിയെ കർത്താവ് തൊട്ടതുപോലെ കർത്താവേ എൻ്റെ കുഷ്ഠവും എൻ്റെ ജീവിത പങ്കാളിയുടെ കുഷ്ഠവും കൂടെ തൊട്ട് മാറ്റണേന്ന് പ്രാർത്ഥിക്കുന്നു. അല്ലെ വെറുക്കുക അറക്കുകയോ ഒന്നും ചെയ്യരുത്. ഇങ്ങനെ കുഷ്ഠരോഗികളെ ശുശ്രൂഷിക്കാൻ ഒക്കുന്ന ഒരു വലിയ ഭാഗ്യം അവർക്ക് പരിശുദ്ധരായി തീരാൻ സാധിക്കുമെന്ന് ഫാദർ ഡാമീൻ പഠിപ്പിക്കുന്നു. ഫാദർ ഡാമീൻ്റെ കഥ പല പിള്ളേർ സ്കൂളിലൊക്കെ പഠിക്കാനുള്ളതാണ്. ഫാദർ ഡാമീൻ ദൈവസ്നേഹത്തിൽ നിറഞ്ഞു കഴിഞ്ഞപ്പോൾ കുഷ്ഠരോഗത്താൽ തള്ളപ്പെട്ട ഒരു ദ്വീപിലേക്ക് നാട് കടത്തപ്പെട്ടവർക്ക് ആരുമില്ലല്ലോ, അവർക്ക് സ്നേഹം കൊടുക്കുവാനും അവരെ ശുശ്രൂഷിക്കുവാനും അവർക്ക് സുവിശേഷം കൊടുക്കുവാനും വേണ്ടി ദൈവത്താൽ വിളിക്കപ്പെട്ട് നിയോഗിക്കപ്പെട്ട ഫാദർ ഡാമീൻ അവിടെ ചെന്ന് തൻ്റെ ജീവിതം അവർക്ക് വേണ്ടി വിലയിരുച്ചു. ആർക്കും വേണ്ടാത്തവരെ എനിക്ക് വേണം, ദൈവത്തിന് വേണമെന്ന് പറഞ്ഞ് അവരെയൊക്കെ ശുശ്രൂഷിച്ച അവസാനം അയാളും കുഷ്ഠരോഗിയായി. അത് കഴിഞ്ഞ് എല്ലാ ഞായറാഴ്ചയും കുഷ്ഠരോഗികളായി നിങ്ങളെ ദൈവം സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞു. ഒരു ദിവസം പ്രസംഗിച്ച് കുഷ്ഠരോഗികളായ നമ്മളെ ദൈവം സ്നേഹിക്കുന്നു എന്നായി. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി ഇയാൾക്ക് രോഗം അവർ കൂട്ടുകാരായി. അവസാനം കുഷ്ഠരോഗിയായിട്ടാണ് മരിച്ചത്. അദ്ദേഹം വിശുദ്ധനായിപ്പോ. കുഷ്ഠരോഗം വന്നിട്ട് സുഖപ്പെട്ട ഒരാളാണ് ഇപ്പോൾ നമ്മളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. 41 കൊല്ലം മുമ്പ് ഒരു ഡിസ്പെൻസറി നടത്തിയപ്പോൾ, ആശുപത്രി ഇല്ലാത്ത ഒരു സ്ഥലത്ത്, ഒരു കുഗ്രാമത്തിൽ ഒരു ആശുപത്രി നടത്തിയപ്പോൾ കുഷ്ഠരോഗികളുള്ള സ്ഥലമായിരുന്നു. ആ കുഷ്ഠരോഗിയുടെ ആ വൃണമൊക്കെയും കഴുകി കെട്ടി അയാൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് അയാളെ സൗഖ്യമാക്കി സ്നാനപ്പെടുത്തി സഭയോട് ജോൺസൺ എന്ന പേരിൽ അദ്ദേഹത്തെ സഭയിലേക്ക് ചേർത്ത് അദ്ദേഹത്തിന് ജീവിതം കൊടുത്തു കഴിഞ്ഞപ്പോൾ ഈ ശുശ്രൂഷിച്ച ആളിന് കുഷ്ഠരോഗം പിടിക്കും. 5 കൊല്ലം മാത്രമേ, ഒരു 4-5 കൊല്ലം അവിടെ ശുശ്രൂഷിച്ച് കഴിഞ്ഞപ്പോൾ ആ രോഗം വന്നതുകൊണ്ട് അവരെല്ലാം തള്ളി. ആരുമില്ലാത്തതായി അലഞ്ഞ് തിരിഞ്ഞ് മാത്യു സർമ്പാദിൻ്റെ അടുത്ത് വന്ന് കയറി. അദ്ദേഹം 5 കൊല്ലം ചികിത്സിച്ച് തലയൊക്കെ വെച്ച് പ്രാർത്ഥിച്ച് അസുഖം മാറ്റി. ആ രോഗം വന്നപ്പോൾ മരവിപ്പ് ഈ ചെവിക്കും ഈ കണ്ണിനും ഈ വശത്തെല്ലാം വ്യാപിച്ച് ഇരിക്കുന്ന സമയത്താണ് 41 കൊല്ലം മുമ്പ് മൈലപ്രായി വന്നത്. ദൈവാത്മാവ് പുരോഹിതനായിരുന്ന മാത്യു സർമ്പാച്ചൻ്റെ കയ്യിലൂടെ എനിക്ക് സൗഖ്യം തന്നു. യേശു എന്നെ നേരിട്ട് തൊട്ട് സൗഖ്യം തരാൻ ആരംഭിച്ചു. ബാക്കി പണി അദ്ദേഹത്തെ കൊണ്ട് ചെയ്തു. അപ്പോൾ കുഷ്ഠരോഗം കർത്താവ് സുഖമാക്കാൻ ഉദ്ഘാടനം ചെയ്യും, തുടങ്ങും. പൂർത്തീകരിക്കുന്ന ആരാ? പുരോഹിതന്മാരാണ്. പുരോഹിതന്മാരാരായാലും അവർ പുരോഹിത വസ്ത്രത്തിൽ പുരോഹിത ശുശ്രൂഷ ചെയ്യുമ്പോൾ അവർക്ക് സൗഖ്യമാക്കാനുള്ള കഴിവ്
പാപം മോചിക്കാനുള്ള കഴിവ്, കുഷ്ഠരോഗികളെ സുഖക്കാനുള്ള പൂർത്തീകരിക്കാനുള്ള കഴിവുണ്ടെന്നുള്ള കാര്യം അറിഞ്ഞ് അച്ഛന്മാരുടെ അല്ലെങ്കിൽ പുരോഹിതന്മാരുടെ കുറവൊന്നും വിചാരിച്ച് പള്ളിയിൽ പോക്ക് മുടക്കാതെ പള്ളിയിൽ വെച്ച് മാത്രം കിട്ടുന്ന ചില ശുദ്ധീകരണമുണ്ട്. അതാണ് ഇന്ന് വായിച്ച വേദഭാഗത്തിനകത്തുള്ളത്. അപ്പം നമ്മളൊക്കെയും ആത്മാവിലോ മനസ്സിലോ ശരീരത്തിലോ കുഷ്ഠമുള്ളവരാണ് ആയതുകൊണ്ട് കർത്താവ് നമ്മളെ വ്യക്തിപരമായി സന്ദർശിച്ച് നമ്മളെ തൊട്ടിട്ട് ആ കർത്താവ് പറഞ്ഞതനുസരിച്ച് ഇവിടെ പള്ളിയിൽ വന്നിരിക്കുക, ആരാധന സ്ഥലത്ത് വന്നിരിക്കുക. അങ്ങനെ ഒരു കുഷ്ഠരോഗി സൗഖ്യം പ്രാപിച്ചു കഴിഞ്ഞപ്പോൾ പുരോഹിതന്മാരുടെ അടുത്തേക്ക് അയക്കപ്പെട്ടു എന്നാണ് നമ്മളിന്ന് വായിച്ചു കേട്ടത്. ആ ഭാഗത്തേക്ക് വരികയാണ്. വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 32 മുതൽ 46 വരെയുള്ള ഭാഗത്ത് കുഷ്ഠരോഗി അവന്റെ അടുക്കൽ നിന്ന് പാദത്തിൽ വീണ്, നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കുവാൻ കഴിയുമെന്ന് പറഞ്ഞു. അപ്പോൾ യേശു കൈ നീട്ടി അവനെ തൊട്ടു. നമ്മളെ ഈ സങ്കേത ഭവനത്തിലേക്ക് കർത്താവ് തൊട്ടു കൊണ്ടുവന്നിരിക്കുകയാണ്. മാമോദീസായിൽ സൗഖ്യം ആരംഭിച്ചിട്ടുണ്ട്. ഓരോ വിശുദ്ധ കുർബാനയിലും അത് പൂർത്തീകരിച്ച് പൂർണ്ണതയിലെത്തിക്കുവാനുള്ള വേല നടന്നുകൊണ്ടിരിക്കുന്നു. എനിക്ക് മനസ്സുണ്ട്, നീ ശുദ്ധനാകുക എന്ന് പറഞ്ഞ ഉടൻ അവൻ കുഷ്ഠരോഗം മാറിയെന്ന് അവന് തോന്നി. ശരീരത്തിന്റെ തൊലിയിലുണ്ടായിരുന്ന അസുഖം മാറി, പക്ഷെ അകത്തെ അസുഖം മാറിയിട്ടില്ലായിരുന്നു. അത് പയ്യെ മാറുള്ളൂ. യേശു അവനെ വിലക്കിക്കൊണ്ട്, നോക്കൂ, നീ ഇതാരോടും പറയരുത്, ബാക്കി പണി പള്ളിയിൽ പോയി ചെയ്യണമെന്നാ. നീ പോയി ആചാര്യന്മാരുടെ പുരോഹിതന്മാരുടെ സാക്ഷ്യത്തിന് നിന്നെ അവർക്ക് കാണിച്ചു കൊടുത്ത് മോശ കൽപ്പിച്ചിട്ടുള്ള പ്രകാരം നിന്റെ ശുദ്ധീകരണത്തിനുള്ള വഴിപാട് കഴിക്കാൻ പറഞ്ഞു. അങ്ങനെ കർത്താവ് നമ്മളെ മാമോദീസ മുതൽ തൊട്ടും ശുശ്രൂഷിച്ചും അനുഗ്രഹിച്ചും ക്രമേണ നമ്മുടെ കുഷ്ഠരോഗം മാറ്റിക്കൊണ്ടിരിക്കുക. ആ കുഷ്ഠരോഗത്തിന്റെ സൗഖ്യത്തിനിടയിൽ ശുദ്ധീകരണത്തിനുള്ളതായ വഴിപാടാണ് ഈ വിശുദ്ധ കുർബാന. അപ്പോൾ നമ്മൾ പൂർത്തീകരിക്കപ്പെടാത്ത ഒരു രോഗശാന്തി ശുശ്രൂഷയാണ് കുഷ്ഠരോഗത്തിന്റെ സൗഖ്യം എന്ന് പറയുന്നത്. അത് പെട്ടെന്ന് മാറുകയില്ല, പയ്യെ മാറുകയുള്ളൂ. ആ കാര്യം പഠിപ്പിക്കുവാനാണ് നയമാന്റെ കുഷ്ഠം 7 പ്രാവശ്യം മുങ്ങിയപ്പോഴാണ് മാറിയതായിട്ട് കാണിക്കുന്നത്. 7ാമത്തെ പ്രാവശ്യം മുങ്ങിയപ്പോഴാണ് കുഷ്ഠം ശരീരത്തിൽ നിന്ന് തൊലിയിൽ നിന്ന് മാറിയത്. അപ്പോൾ ഒരു ശിശുവിന്റെ ശരീരം പോലെ അത് വിശുദ്ധമായി തീർന്നു. എന്നാൽ 1ാമത്തെ മുങ്ങലിൽ അടുത്ത കുഷ്ഠരോഗം ആരംഭിച്ചത് അകത്തെ 1ാമത്തെ തലത്തിൽ. അങ്ങനെ 7 തലങ്ങളുണ്ട് മനുഷ്യന്റെ വ്യക്തിത്വത്തിന്. മനുഷ്യന്റെ വ്യക്തിത്വത്തിന് 7 തലങ്ങളുണ്ട്. അകത്തെ മനുഷ്യന്റെയും പുറത്തെ മനുഷ്യന്റെ ഉള്ളിൽ ഇങ്ങനെ 7 തലങ്ങളുള്ളതാണ് നമ്മുടെ വ്യക്തിത്വം. അതിന്റെ 1ാമത്തെ തലത്തിലാണ് ആദ്യം രോഗം പിടിക്കുന്നത്. അത് 2ാമത്തെ തലത്തിലേക്ക് വന്ന് നമ്മൾ അറിയില്ല. അത് പലപ്പോഴും 7ാമത്തെ തലത്തിൽ തൊലിപ്പുറത്ത് വരുമ്പോഴാണ് ചില ലക്ഷണങ്ങൾ കാണിച്ചു തുടങ്ങുന്നത്. എന്നാൽ നമുക്ക് വേണമെങ്കിൽ 1ാം തലത്തിൽ വെച്ച് തന്നെ ഈ അസുഖം മാറ്റാൻ സാധിക്കും. അങ്ങനെയുള്ള ഒരു ഭാഗ്യമുള്ളവരാണ്. ഇവിടെ നയമാന്റെ കുഷ്ഠം മാറ്റാൻ വേണ്ടി 7 പ്രാവശ്യം മുങ്ങണമെന്നുള്ള കാര്യത്തിൽ, അത് അവിടെ തന്നെ മുങ്ങണമെന്നുള്ള കാര്യത്തിൽ ആ നയമാന് സംശയം ഉണ്ടായിരുന്നെങ്കിലും കൂടെ വന്ന ഒരാൾ ചോദിച്ചു, ഇങ്ങനൊരു കൊച്ചു കാര്യമല്ലേ പറഞ്ഞത്, അത് ചെയ്തുകൂടെ എന്ന് പറഞ്ഞ് ചെയ്തു നോക്കി. അപ്പോൾ ഓരോ മുക്കലിലും ഓരോ തലങ്ങളിൽ ശുദ്ധീകരണം നടക്കുന്നുണ്ടായിരുന്നു. 7ാമത്തെ മുങ്ങൽ കഴിഞ്ഞപ്പോഴാണ് ആ ശുദ്ധീകരണം പൂർത്തിയായത്. ഇനിയും തൊലിപ്പുറത്താണ് ആദ്യ സൗഖ്യമെങ്കിൽ ബാക്കി 6 തലങ്ങളിൽ സൗഖ്യം കിടപ്പുണ്ട്. ബാക്കി മനസ്സിലായോ? നയമാന്റെ കുഷ്ഠസൗഖ്യം 7 തലങ്ങൾ രഹസ്യമായി ഓരോ പ്രാവശ്യത്തെ കുളി കഴിഞ്ഞപ്പോൾ നടന്നിട്ട് 7ാമത്തെ കുളി കഴിഞ്ഞപ്പോൾ വെളിയിൽ വന്നു ആ സൗഖ്യം. കർത്താവ് ഇവിടെ നേരെ തിരിച്ചാണ് ചെയ്തത്. ആദ്യം തൊലിപ്പുറത്ത് അങ്ങ് സുഖം കൊടുത്തു. കാര്യം തീർന്നിട്ടില്ല, ബാക്കി 6 തലങ്ങൾ ബാക്കി ഇടപെട്ട് ബാക്കി വണ്ടിയിൽ പോയി. അതാ വിശ്വാസമുള്ളവർക്ക് മാത്രമേ അത് മനസ്സിലാക്കാനും കാണാനും, കാണാത്ത കാര്യങ്ങൾ നിശ്ചയം. ഈ കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ ദൃശ്യമായി ബാഹ്യമായി എന്തെല്ലാം നമുക്ക് ലഭിച്ചാലും അപൂർണതകൾ അകത്തുണ്ടാകാൻ സാധ്യതയുണ്ട്. അത് പൂർണ്ണമാകാൻ നമ്മൾ വീണ്ടും ആവർത്തിച്ച് ആരാധനയും പ്രാർത്ഥനയും തുടരണം. വല്ലതും കിട്ടിയതുകൊണ്ട് തീർന്നെന്ന് വിചാരിക്കേണ്ട. ഇനിയും അകത്ത് പണികൾ ഇനിയും നടക്കാനുണ്ട്. ഈ കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. അതുകൊണ്ട് നമ്മളിപ്പോൾ ഈ വന്നിരിക്കുന്ന നമ്മുടെ ഉള്ളിൽ കഴിഞ്ഞ കൊല്ലത്തിനേക്കാൾ ശകലം കൂടെ ശുദ്ധിയും ശക്തിയും ഒക്കെ തരത്തക്ക തരത്തിൽ കർത്താവ് നമ്മളുടെ ശുദ്ധീകരണ പ്രക്രിയ ആഴമായ നമ്മുടെ വ്യക്തിത്വത്തിന്റെ അടിത്തട്ട് വരെയും ചെന്ന് നമ്മൾ ദേഹത്തിലും ദേഹിയിലും ആത്മാവിലും ശുദ്ധമുള്ളവരായി പരിശുദ്ധനായ കർത്താവിന്റെ ജീവിത പങ്കാളിയാകണമെങ്കിൽ നമ്മൾ പരിശുദ്ധരാകണ്ടേ? അല്ലെ എന്തൊരു വൃത്തികേടാ. കല്യാണത്തിന് കുഷ്ഠരോഗിയെ കല്യാണം കഴിച്ചത് പറഞ്ഞാൽ കർത്താവ് നാണം കേടല്ലേ? അപ്പോൾ നമ്മുടെ കുഷ്ഠരോഗം എല്ലാം മാറ്റിയിട്ട് കർത്താവ് കെട്ടാൻ വേണ്ടി കല്യാണം മാറ്റി വെച്ചുകൊണ്ടിരിക്കുക. എത്ര നാളാണ് മാറ്റിക്കൊണ്ട് പോകുന്നത്? നമ്മളായ കല്യാണം എല്ലാം നീട്ടിക്കൊണ്ട് കർത്താവ് ഞാൻ മുഖാന്തരം കല്യാണം ഇനി നീട്ടുകയില്ല
എൻ്റെ കാര്യം ഞാൻ എൻ്റെ ശുദ്ധീകരണത്തിന് ഞാൻ കുമ്പിട്ടോളാം, പ്രാർത്ഥിച്ചോളാം, ആരാധന നടന്നോളാം. അതുകൊണ്ട് മോശ കൽപ്പിച്ചുള്ള പ്രകാരം ആ ശുദ്ധീകരണ വഴിപാട് പഴയ നിയമകാലത്തെ ദേവാലയത്തിൽ നടന്ന പോലെ പുതിയ നിയമകാലത്തെ എല്ലാ ദേവാലയങ്ങളിലും ശുദ്ധീകരണം തുടരുന്നു. അത് ആഗ്രഹിക്കുന്നവർക്ക് എഴുന്നേൽക്കാം. അവർക്ക് വേണ്ടി ഒരിക്കൽ കൂടെ പാവത്തിന് പറഞ്ഞു നടത്താൻ പോകുകയാണ്. നിങ്ങൾക്കെല്ലാവർക്കും സമൃദ്ധി ഉണ്ടായി. പരിശുദ്ധന്മാർ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് നമ്മൾ ഉപപ്രാർത്ഥന തുടരുകയാണ്. സ്വല്പസമയം ഇരിക്കാം. ഇന്ന് നമ്മൾ വായിച്ചു കേട്ടതായ തിരുവചനങ്ങളും കിട്ടിയതായ സന്ദേശങ്ങളും നമുക്ക് പ്രത്യാശയോടെ നമ്മുടെ ശുദ്ധീകരണത്തിൻ്റെ പൂർത്തീകരണത്തിനായി സഭയിൽ കാത്തിരിക്കാൻ തന്നിരിക്കുന്ന അവസരങ്ങൾക്കായി നന്ദി പറയുന്നു. മാമോദീസായിൽ ആരംഭിച്ച ശുദ്ധീകരണ പ്രക്രിയ കർത്താവിൻ്റെ വരവരെയും തുടർന്നുകൊണ്ടിരിക്കും. നമ്മുടെ ദേഹവും ദേഹി ആത്മാവും പൂർണ്ണമായി ശുദ്ധീകരിക്കപ്പെടണമെന്നാണ് 1 തെസ്സലോനിക്കർ 5:24 പറഞ്ഞിരിക്കുന്നത്. ദൈവത്തിൻ്റെ നമ്മളെക്കുറിച്ചുള്ള ഏറ്റവും വലിയ ഇഷ്ടം നമ്മുടെ ശുദ്ധീകരണമാണ്. ഞാൻ വിശുദ്ധനാകിയാൽ നിങ്ങൾ വിശുദ്ധരായിരിക്കും എന്ന് ലേവ്യ 19 എഴുതിയിരിക്കുന്നു. അങ്ങനെ സ്വർഗത്തിലെ പിതാവ് വിശുദ്ധനാണ്, പുത്രൻ വിശുദ്ധനാണ്, പരിശുദ്ധാത്മാവും പരിശുദ്ധനാണ്. അങ്ങനെ പിതൃപുത്ര പരിശുദ്ധാത്മാവായ ത്രിയേക ദൈവത്തിൻ്റെ കുടുംബത്തിലേക്കാണ് നമ്മൾ ബന്ധത കയറാൻ പോകുന്നത്. ആ പിതൃപുത്ര പരിശുദ്ധാത്മാവായ ത്രിയേക ദൈവത്തിൻ്റെ കുടുംബത്തിലേക്ക് വധുവായി നമ്മൾ കയറി ചെല്ലുവാൻ, അവിടുത്തെ ആ മണവാളൻ്റെ മണവാട്ടിയായി കടന്നു ചെല്ലുവാൻ നമുക്ക് വിധിയുണ്ടായത് എന്തൊരു വലിയൊരു ഭാഗ്യമാണ്. അപ്പം നമുക്ക് ഏറ്റവും അധികം ആവശ്യമുള്ളത് പരിശുദ്ധനായ ദൈവത്തിൻ്റെ കുടുംബത്തിലെ പരിശുദ്ധയായ മണവാട്ടിയായിട്ട് അവിടെ കയറണം. രാജാവിൻ്റെ രാജ്ഞിയായിട്ട് അവിടെ ചെല്ലണം. രാജാവിൻ്റെ ഒരു മാനക്കേടും വരരുത്. ആ ലാഭത്തോടുകൂടി നമ്മൾ ശുദ്ധീകരണത്തിന് വേണ്ടി ബന്ധപ്പെടുന്നുണ്ടോ എന്നാ പരിശോധിക്കുന്നത്. അപ്പോൾ നമ്മൾ വിശുദ്ധരായി തീരുവാൻ കർത്താവ് അതിന് ചെലവ് മുഴുവൻ വഹിച്ചോളൂ. നമ്മളതിന് സഹകരിച്ചാൽ മതി. നിങ്ങൾ ഇത്രയും നാളും ദൈവം പ്രതീക്ഷിച്ചിടത്തോളം ശുദ്ധീകരണം നടന്നോ ഇല്ലെങ്കിൽ കർത്താവിന് വലിയ ദുഃഖമാണ്. കർത്താവ് എന്തുമാത്രം ദുർഗന്ധം സഹിച്ചുകൊണ്ടായിരിക്കും നമ്മൾ കയ്യെ പിടിച്ചുകൊണ്ട് നടക്കുന്നത്. കുഷ്ഠരോഗത്തിൻ്റെ അശുദ്ധി, നമ്മുടെ കുളിക്കാത്തതിൻ്റെ അശുദ്ധി, നമ്മുടെ വേർപ്പിൻ്റെ നാറ്റം, ഇതെല്ലാം സഹിച്ചുകൊണ്ട് കർത്താവ് നമ്മൾ നടക്കുന്നെങ്കിൽ എന്തുമാത്രം അഭിനന്ദിക്കണം. കെട്ടിക്കൊള്ളാമെന്ന് പറഞ്ഞു പോയി ഉപേക്ഷിക്കാനായിട്ട് ഒക്കുകയില്ല, കൊണ്ടു നടക്കാൻ നിവൃത്തിയില്ല. അത് വലിയ കുരിശാണ്. അപ്പോൾ കർത്താവിൻ്റെ കുരിശിൻ്റെ വേദന കുറയ്ക്കണമെങ്കിൽ നമ്മൾ ശുദ്ധീകരണം ഭാവിച്ചുകൊണ്ടേയിരിക്കണം. നമ്മുടെ സാന്നിധ്യം കർത്താവിന് അസ്വസ്ഥത ഉണ്ടാക്കരുത്. കർത്താവ് എന്ത് അശുദ്ധിയാണ് നിനക്ക് അസ്വസ്ഥത വരുത്തുന്നത്? അത് കഴുകാൻ നിന്റെ രക്തം, നിന്റെ നാമം, നിന്റെ വചനം, നിന്റെ ആത്മാവ്, ഇതൊക്കെ ഉതകുമെന്ന് പറഞ്ഞ യേശുവിൻ്റെ രക്തമൊക്കെ നമുക്ക് ശുദ്ധീകരണത്തിൽ വന്നിട്ട് നമ്മുടെ ശുദ്ധീകരണം എന്താ പൂർത്തീകരിക്കാത്തത്? ഈ കാര്യം ചോദിച്ചുകൊണ്ട് കർത്താവ് ഇന്ന് നമ്മുടെ അടുത്ത് വന്നിരിക്കുകയാണ്. കർത്താവ് നമ്മളെ ശുദ്ധീകരിക്കാൻ തുടങ്ങിയിട്ടുണ്ടെന്നുള്ള സന്തോഷ വാർത്ത നമുക്ക് പ്രചോദനം നൽകട്ടെ. പക്ഷെ അതിൻ്റെ പൂർത്തീകരണം കർത്താവ് പലരെ കൊണ്ടാണ് ചെയ്യുന്നത്. കർത്താവിനെല്ലാം തനിച്ച് ചെയ്യാൻ കഴിവുണ്ടെങ്കിലും തൻ്റെ സ്നേഹത്തിൻ്റെ ഒരു പ്രകടനമാണ് പലർക്ക് തൻ്റെ പണി കൊടുക്കും. തനിക്കറിയാവുന്നതും ചെയ്യാവുന്നതായ പണികൾ എത്രയും പേരെ കൊണ്ട് കൂട്ടുവേലക്കാരായി ചെയ്യിപ്പിച്ച് അവർക്കൂടി പങ്കാളിത്തം കൊടുക്കുന്നത് കർത്താവിൻ്റെ നല്ല സ്വഭാവമാണ്. കർത്താവിന് ആഹാരം ഉണ്ടാക്കാൻ അറിയാം, എല്ലാ ആഹാരവും പാകം ചെയ്യാനാണ്. പക്ഷെ നമ്മളോട് നീ ഉണ്ടാക്കി പഠിച്ചാലും കൊണ്ടുവരാൻ പറയും. നമ്മളെല്ലാം കൊണ്ടുവന്നിട്ടുണ്ടോ? കർത്താവിനോട് തത്താഴം കഴിക്കാൻ വന്നിരിക്കുക. അപ്പോൾ കർത്താവിനോട് തത്താഴം കഴിക്കാൻ വരുമ്പം ഞാൻ നിനക്ക് തരാനായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്, നീ എന്നാ ഉണ്ടാക്കി, നമുക്ക് രണ്ടുപേർക്കും കൂടി മിക്സ് ചെയ്ത് കഴിക്കാമെന്ന് പറയും. അതാ സ്നേഹമെന്ന് പറയുന്നത്. അപ്പോൾ കർത്താവ് ശിഷ്യന്മാരോട് മീൻ പിടിച്ചുകൊണ്ട് വന്നപ്പോൾ നിങ്ങൾ പിടിച്ചോടെ കൊണ്ടുപോകാം, ഞാൻ ശരിക്കും റെഡിയാക്കി വെച്ചിരിക്കാൻ എൻ്റെ അടുത്ത് തീയുമുണ്ട്, ആ തീ ചുട്ടെടുത്ത ആ അപ്പം എൻ്റെ കയ്യിലുണ്ട്, നിങ്ങൾ പിടിച്ച മീനും കൂടെ ചുട്ട് നമുക്ക് ഒന്നിച്ച് കഴിക്കാമെന്ന് പറയും. അതല്ലേ സ്നേഹം. അങ്ങനെ കർത്താവ് നമ്മളോട് എല്ലാം പങ്കിടാൻ ആഗ്രഹിക്കണം. കർത്താവിനോടൊത്ത് പങ്കിടാൻ നമ്മൾ വല്ലതും കരുതിയിട്ടുണ്ടോ? വിശുദ്ധമായി കരുതിയിട്ടുണ്ടോ? വേറെ ആരെയും തുടിക്കാതെ കർത്താവിന് വേണ്ടിയുള്ളത് കർത്താവിനായിട്ട് മാറ്റി വെച്ചേക്കണം. നമ്മൾ പലപ്പോഴും കർത്താവിന് കൊടുക്കുന്ന എച്ചിൽ കൊടുത്താൽ കർത്താവ് കഴിക്കുമോ? വേണ്ട. കർത്താവ് നമ്മളെ സ്വീകരിക്കാത്തതും കർത്താവ് നമുക്ക് അനുഗ്രഹം തരാത്തതിൻ്റെ കാര്യം നമ്മൾ ആരൊക്കെ തൊട്ടോ, ആർക്കൊക്കെ കൊടുത്തോ, ആരൊക്കെ ശേഷിപ്പിച്ചതിന് ബാക്കി അങ്ങോട്ട് കൊടുക്കുന്നത്. അതിൽ കർത്താവിന് ഒത്തിരി ദുഃഖമുണ്ട്. അതുകൊണ്ട് എനിക്കുള്ളത് ഞാൻ കർത്താവിൻ്റെ വകയാണ്. എനിക്ക് കർത്താവിൻ്റെ മഹത്വവും ശക്തിയും കൊടുക്കണം. എൻ്റെ സ്നേഹം മുഴുവൻ കർത്താവിന് കൊടുക്കണം. അത് വേറെ ആർക്കും കൊടുക്കാതെ അതിരാവിലെ എഴുന്നേറ്റ് ഫ്രഷായിട്ട് കൊണ്ടാ കൊടുത്തേക്കണം. വേറെ ആരും തൊടുന്നതിന് മുമ്പ് കാണുന്നതിന് മുമ്പ്. അതിന് ശേഷം കർത്താവ് പറയുന്നത് ഇന്നോർക്ക് കൊണ്ട് കൊടുത്തേക്കാൻ പറയും. അപ്പം കൊണ്ട് കൊടുക്കണം. കർത്താവിന് കൊടുത്തതിന് ശേഷം കർത്താവ് വാഴ്ത്തി നുറുക്കിയതിന് ശേഷം മാത്രം കർത്താവ് നമുക്ക് തന്നതിന് ശേഷം ബാക്കി ഇന്നോർക്ക് കൊടുക്കാൻ പറയുമ്പോൾ അവർക്കെല്ലാം അനുഗ്രഹം കിട്ടും. അങ്ങനെ കർത്താവിനോടുകൂടെ കർത്താവിനോടൊത്താണ് നമ്മുടെ എല്ലാ കാര്യങ്ങളും എന്നുള്ള കാര്യം ഓർപ്പിക്കുന്നു. ഈ ശുശ്രൂഷയിൽ നമ്മൾ വിജയിച്ചിട്ടുണ്ടോ? ഞാൻ നീ എന്നോട് അത്താഴം കഴിക്കാൻ ആഗ്രഹിക്കുന്നു കർത്താവ് വാതിൽ നിന്ന് മുട്ടുമെന്നാണ് പറയുന്നത്. പക്ഷേ മുട്ടിൽ നമ്മൾ തിരിച്ചറിയാറുണ്ടോ?
കർത്താവ് മുട്ടി തുറക്കുമ്പോൾ കർത്താവിൻ്റെ അത്താഴം കഴിക്കാൻ നമ്മുടെ അത്താഴം തയ്യാറാക്കിയിട്ടുണ്ടോ എന്നൊക്കെയും പരിശോധിച്ചുകൊണ്ട് നോയമ്പിൻ്റെ 2-ാം വാരത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നു. ഒരു കുഷ്ഠരോഗിക്ക് കർത്താവ് കൊടുത്തതായ സൗഖ്യം നമുക്കും കർത്താവ് നൽകിക്കൊണ്ടിരിക്കുന്നു. പക്ഷെ നമ്മൾ അതിനെ ശരി കൈകാര്യം ചെയ്യുന്നുണ്ടോ എന്നുള്ള ഇന്നത്തെ വിഷയം. കുഷ്ഠരോഗിയോട് പറഞ്ഞു, നിനക്ക് സൗഖ്യം ആരംഭിച്ചു തുടങ്ങി, ഞാനത് പൂർത്തീകരിച്ചിട്ടില്ല, അത് പുരോഹിതനെ കൊണ്ട് പള്ളി വെച്ചാൽ ബാക്കി പണി, ഞാൻ അവർക്കൊരു പണി കൊടുത്തിരിക്കുക, അവർക്കും പണി വേണ്ടേ, അവരും ജീവിക്കണ്ടേ, അതുകൊണ്ട് അവരുടെ അടുത്ത് പോയി ബാക്കി പണി ഞാൻ അവരിൽ കൂടെ ചെയ്യും, നീ പള്ളിയിലോട്ട് പോകാൻ പറയാം. പക്ഷെ അവന് ഇതുവരെ സമൂഹത്തിൽ നിന്ന് തള്ളപ്പെട്ട ഒറ്റപ്പെട്ട ആരോടും ഇടപെടാൻ സാധിക്കാത്ത ഭ്രഷ്ടനായിരുന്നവൻ, അവന് സൗഖ്യം കിട്ടിയതോടെ അവന് ഭയങ്കര സന്തോഷം. എൻ്റെ അസുഖം മാറി കിട്ടിയല്ലോ, എല്ലാവരെയും ഇതൊന്ന് കാണിക്കണം, ദൈവത്തിന്റെ പുരോഹിതനെ കാണിക്കുന്നതിന് കാരണം ജനങ്ങളെല്ലാം കാണിക്കാൻ തുടങ്ങി. ഞാൻ കുഷ്ഠരോഗിയായ നിങ്ങൾ എന്നെ കണ്ട് ഓടിപ്പോയതല്ലേ, എന്നെ തള്ളിക്കളഞ്ഞതല്ലേ, എന്താണ് ഞാൻ സുഖമായിരിക്കുന്നു, യേശു എന്നെ സുഖപ്പെടുത്തിയത്. പക്ഷെ ആ പറച്ചിൽ അസാനത്തായിപ്പോയി, അസമയത്തായിപ്പോയി. അതുകൊണ്ട് എന്തൊരു കുഴപ്പം പറ്റി? അപ്പം നമ്മുടെ സാക്ഷ്യങ്ങൾ, നമ്മുടെ വർത്തമാനങ്ങൾ അസമയത്ത് അസ്ഥാനത്തായാൽ കർത്താവിന് ശല്യമായിരിക്കും. അത് കർത്താവിനെ വേദനിപ്പിക്കുന്നത്. കർത്താവിന് എങ്ങനെയാ ശല്യമാകുന്നത് കേൾക്കണോ? നീ പോയി ആചാര്യന്മാരുടെ സാക്ഷ്യത്തിന് നിന്നെ തന്നെ അവർ കാണിച്ചു കൊടുക്കാൻ പറഞ്ഞു. എന്താ കാര്യം എന്നറിയാവോ? പഴയ നിയമകാലത്ത് ആരെങ്കിലും കുഷ്ഠരോഗിയായാൽ ആ കുഷ്ഠരോഗിയെ ഒരു പുരോഹിതൻ ചെന്ന് കണ്ട് പരിശോധിച്ച് ആ കുഷ്ഠ എവിടെയാണ് എത്രത്തോളം ഉണ്ടെന്ന് കണ്ടിട്ട് അവനെ കുഷ്ഠരോഗിയാണെന്ന് പ്രഖ്യാപിച്ചിട്ട് അവനെ കുഷ്ഠരോഗികളുടെ പ്രത്യേക സ്ഥലത്തേക്ക് അവനെ മാറ്റി നിർത്തുന്ന ഒരു പുരോഹിതനാണ്. അവന് സുഖം പ്രാപിച്ച കാര്യം ആദ്യം അറിയേണ്ടത് പുരോഹിതനാണ്. ആ പുരോഹിതൻ തന്നെയാണ് അവൻ്റെ ആ കുഷ്ഠരോഗം മാറിയെന്ന സർട്ടിഫിക്കറ്റ് കൊടുക്കേണ്ടത്, എങ്കിലേ അവൻ സമൂഹത്തിൽ സ്ഥാനമുള്ളൂ. അതുകൊണ്ടാണ് അവൻ അംഗീകാരബോധവും വിജയബോധവും സംരക്ഷണബോധവും സ്നേഹബോധവും കിട്ടാൻ വേണ്ടിയാണ്. നീ ഇപ്പം ആരും ഇത് കാണിക്കേണ്ട, അപൂർണമാണോ? നീ ഇത് പുരോഹിതനെ കൊണ്ട് കാണിക്കുക. ആ പുരോഹിതനാണ് നീ കുഷ്ഠരോഗിയാന്ന് പറഞ്ഞത്. നിന്റെ കുഷ്ഠരോഗം ആദ്യമായി കണ്ടെത്തി നിന്നെ കുഷ്ഠരോഗി എന്ന് പറഞ്ഞ് പ്രഖ്യാപിച്ച് നീ അശുദ്ധനായി പുറന്തള്ളിയത് പുരോഹിതൻ തന്നെയാണ്. ആ പുരോഹിതന്റെ അടുത്ത് തന്നെയാണ് നീ ആദ്യം പോകേണ്ടത്. ആ പുരോഹിതൻ തന്നെ പറയണം, ഇപ്പോൾ അവൻ വിശുദ്ധനാണ്, ഇപ്പോൾ അവൻ ശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നു. അവനെ വീണ്ടും പള്ളിയിലും സമൂഹത്തിലും വീട്ടിലും അംഗീകരിക്കാൻ പറയും. ഈ കാര്യം അവന് മനസ്സിലായില്ല. അതുകൊണ്ട് എന്തു സംഭവിച്ചെന്നറിയാവോ? കിട്ടിയ അപൂർണമായ അശുദ്ധി, അപൂർണമായ വിശുദ്ധി പൂർത്തീകരിക്കാതെ ദൈവത്തിന്റെ വേലയ്ക്ക് തടസ്സം വന്നു. എന്താ തടസ്സം വന്നത്? സാക്ഷ്യത്തിന് നിന്നതിനെ കാണിക്കാൻ പറഞ്ഞു വിട്ടു. അവനെ മോശ കൽപ്പിച്ചിട്ടുള്ള ആ വചനപ്രകാരം നീ ശുദ്ധീകരിക്കാനുള്ള വഴിപാട് കഴിക്കാൻ പറഞ്ഞു. അവൻ വഴിപാട് കഴിക്കാൻ പോയോന്നോ പള്ളിയിലെത്തിയെന്നോ ഒന്നും ഇവിടെ എഴുതിയിട്ടില്ല. അവൻ ഈ പറഞ്ഞത് ശ്രദ്ധിച്ചേ ഇല്ല. അവൻ സുഖമായ കാര്യത്തിൽ ഭൂതി ഇളകിപ്പോയി. തൊലിപ്പുറത്ത് അവനുണ്ടായിരുന്ന ആ അസുഖം മാറി അവന് സുന്ദരമായ തൊക്ക് കിട്ടിയ കഴിഞ്ഞപ്പോൾ അവന് തുള്ളിച്ചാടാൻ തുടങ്ങി. അവൻ പള്ളിയിലോട്ടല്ല പോയത്. അവൻ പോയി ഇതേപ്പറ്റി വളരെയേറെ സംസാരിക്കുവാനും ഈ വാർത്ത പ്രചരിപ്പിക്കുവാനും തുടങ്ങി. പള്ളിയിലോട്ടല്ല പോയത്. കണ്ടവരോടെല്ലാം അങ്ങ് പറയാൻ തുടങ്ങി. അവരെല്ലാം അവനെ പ്രശംസിക്കാൻ തുടങ്ങി. അവരെല്ലാം അവനെ അംഗീകരിക്കാൻ തുടങ്ങി. അവൻ വലിയ സന്തോഷമായി. ഒത്തിരി പേരെ ഇത് കേട്ട് ഇളകി ഈ യേശുവിനെ തപ്പി നടന്നു എന്നാ പറയുന്നത്. യേശുവിന്റെ വേലയ്ക്ക് തടസ്സമായി എന്നാ പറയുന്നത്. എന്താ തടസ്സം? യേശുവിന് അതുകൊണ്ട് പരസ്യമായ പട്ടണത്തിൽ പ്രവേശിക്കാൻ യേശുവിന് കഴിഞ്ഞില്ല. എന്താ കാര്യം? എല്ലാവരും യേശുവിനെ തപ്പി നടക്കുക, ഈ യേശുവിനെ ഒന്ന് തൊടാനും കാണാനും. പക്ഷെ കർത്താവിന് അന്നേരം ആ പട്ടണത്തിലെ പണി ചെയ്യാൻ സാധിക്കാതെ വണ്ണം ജനങ്ങൾ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയെന്നാണ് പറയുന്നത്. അമിതമായ മമതകൾ, അമിതമായ സ്നേഹപ്രകടനങ്ങൾ, അമിതമായ സ്നേഹമൊക്കെ ബന്ധനമായി മാറും. ഇന്നലത്തെ വിഷയത്തിലേക്ക് വരികയാണ്. ബന്ധങ്ങൾ ബന്ധനമായി മാറും. ഒരു കുഷ്ഠരോഗിയെ സുഖപ്പെടുത്തി കഴിഞ്ഞപ്പോൾ അവൻ യേശുവിനെ മുക്തകണ്ഠം പ്രശംസിക്കുക. യേശു സൗഖ്യമാക്കുന്നവനാണ്, അവൻ നല്ലവനാണ്, അവൻ എന്നോട് സ്നേഹമുണ്ട് എന്നൊക്കെ പറഞ്ഞ് കേട്ടവർ എനിക്കും ആ സ്നേഹം വേണം, എനിക്കും വേണം എന്ന് പറഞ്ഞ് എല്ലാവരും കൂടെ പറയാൻ പൊതിഞ്ഞു. അവൻ കൂടി. കർത്താവിന് അനങ്ങാൻ വരാതായി, ബന്ധനമായി. കർത്താവിന് പോകേണ്ടടുത്ത് പോകാൻ സാധിച്ചില്ല. അപ്പൊ സ്നേഹം കൊണ്ടാരും വീർമുട്ടിച്ചേക്കരുത്. എല്ലാം ഒരു ഹെൽത്തി ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തേക്കണം. എല്ലാം കർത്താവിൽ കൂടെ മിതമായും അമിതമായ അമൃതും വിഷവും എന്ന് പറഞ്ഞ പോലെ ഒന്നും അമിതമാകാൻ പാടില്ല. അതെല്ലാം അനേക തടസ്സം ഉണ്ടാകും. നമ്മളുടെ അമിതമായ സ്നേഹപ്രകടനങ്ങൾ, നമ്മുടെ അമിതമായ പിണക്കം, ഇത് രണ്ട് ശല്യമാണ്. അമിതമായ പിണക്കവും അമിതമായ സ്നേഹവും ശല്യമാണ്, തടസ്സമാണ്. എല്ലാം മിതമായിരിക്കണം. പരിശുദ്ധാത്മാവാകുന്ന കാര്യസ്ഥന ഇതെല്ലാം നിയന്ത്രിക്കണം. അതാണ് സ്വയനിയന്ത്രണം. എല്ലാം അടക്കത്തിൽ ഒതുക്കത്തിൽ ഉചിതമായും ചന്തമായും കാര്യങ്ങൾ നിയന്ത്രിച്ചില്ല പല മുടക്കങ്ങളുണ്ടാകും, പല തടസ്സങ്ങളുണ്ടാകും. യേശുവിന് ഈ കുഷ്ഠരോഗി മുഖാന്തരം പരസ്യമായ പട്ടണത്തിൽ പ്രവേശിക്കുവാൻ കഴിഞ്ഞില്ല എന്ന് പറയുന്നു. തന്നിമിത്തം
അവൻ പുറത്ത് വിജനമായ പ്രദേശത്ത് വസിച്ചു. എത്ര നാൾ വസിച്ചു എന്ന് എഴുതിയിട്ടില്ല. കർത്താവിന്റെ കുറെ അസൈൻ ചെയ്തിരുന്ന, പിതാവ് പറഞ്ഞിരുന്ന പല പണികൾ ചെയ്യുവാൻ ഇവൻ ഇത് തടസ്സമായി തീർന്നാണ് പറയും. അപ്പൊ എവിടെ എങ്ങനെ വേല ചെയ്യണം, എപ്പം ചെയ്യണം എന്നുള്ള പിതാവ് പറഞ്ഞു കൊടുത്തുകൊണ്ടേയിരിക്കും. കൃത്യസമയത്ത് അവിടെ പ്രത്യക്ഷപ്പെടണമെങ്കിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന പണിസ്ഥലത്ത് നിന്ന് മറ്റേ സ്ഥലത്തേക്ക് പോകാൻ സാധിക്കണം. കർത്താവിനെ പ്രാർത്ഥിക്കുവാൻ കൃത്യസമയത്ത് സമയം കൊടുത്തില്ലെങ്കിൽ, പ്രാർത്ഥനയുടെ സമയത്ത് വേല ചെയ്യാൻ ആരെങ്കിലും നിർബന്ധിച്ചാൽ കർത്താവ് അത് ഇട്ടേച്ച് പോകുന്നൊരു പതിവുണ്ടായി. നമുക്ക് ആ പണിയുണ്ടോ? എല്ലാത്തിനും നിർത്താനൊരു സമയമുണ്ട്, തുടങ്ങാനൊരു സമയമുണ്ട്, തുടരാനൊരു സമയമുണ്ട്. സമയം കഴിഞ്ഞിട്ട് നീട്ടിക്കൊണ്ട് പോയാൽ അപകടമാണ്. അത് വേറെ ചില കാര്യങ്ങൾ തിന്മയാക്കി ചില അവകാശങ്ങൾ വരുത്തുന്നുള്ളൊരു സത്യമാണ്. എല്ലാം പ്രാർത്ഥിച്ചേ ചെയ്യാവൂ. എപ്പോൾ തുടങ്ങണം, എപ്പോൾ നിർത്തണം. വർത്തമാനം പറയാൻ തുടങ്ങിയാൽ എപ്പോഴാണ് നിർത്തണം എന്നറിയാൻ പിന്നെ അതിൽ മനുഷ്യരെ ശല്യപ്പെടുത്തി കളയും. വർത്തമാനം പറയുന്നത് എപ്പോഴാണ് പറയേണ്ടത്, എപ്പോഴാണ് നിർത്തേണ്ടത്, എങ്ങനെ വേണമെന്നുള്ളത് പരിശുദ്ധാത്മാവ് നിയന്ത്രിച്ചുകൊണ്ടിരിക്കണം. ഇവിടെ ഇതാ കർത്താവിനെ കുറിച്ചുള്ള പള്ളിയിൽ പോകാതെ, അവന് ശുദ്ധീകരണം പൂർത്തിയാക്കാതെ അരപ്പണി ആശാനെ കാണിക്കാൻ പോലും കൊള്ളുകയില്ലെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. ഒരു പഴഞ്ചൊല്ല, അരപ്പണി ആശാനെ പോലും കാണിക്കാൻ കൊള്ളുകയില്ല. അതിന് വൃത്തികേടുണ്ട്. ഇവൻ ഈ വൃത്തികേട്ട അപൂർണമായ സൗഖ്യം കാണിച്ചുകൊണ്ടാണ് നടക്കുന്നത്. അവന്റെ വിചാരം ഏതാണ്ട് കിട്ടിയെന്നാ. കിട്ടിയിട്ടില്ല, തുടങ്ങിയതേ ഉള്ളൂ പരിപാടി. ബാക്കി കുഷ്ഠം അകത്ത് ഇരിപ്പുണ്ട്. അതും കൊണ്ടായി നടക്കുന്നത്. ഈ കേട്ടവർക്കെല്ലാം അശുദ്ധി ഉണ്ടായി. അതുകൊണ്ട് ഇവനെ കണ്ടവരും തൊട്ടവരും എല്ലാം വീണ്ടും അശുദ്ധരായി. അവർക്ക് അത് വേറെ പ്രശ്നമായി. അത് കർത്താവിന് ശുശ്രൂഷയ്ക്ക് തടസ്സമായി. ഇങ്ങനെയുള്ള തടസ്സങ്ങൾ നമ്മൾ ആർക്കെങ്കിലും വരുത്തിയിട്ടുണ്ടോ? എല്ലാം ഉചിതമായും ചന്തമായും നടത്തണമെന്നാണ് പറയുന്നത്. മർക്കോസിന്റെ സുവിശേഷത്തിൽ നമ്മൾ വായിച്ച 1-ാം അധ്യായം 32 മുതൽ 46 വരെയാണ് വായിച്ചത്. അതിലെ കർത്താവ് ഒരു സ്ഥലത്ത് പ്രാർത്ഥിച്ച് ചെയ്ത വേലയുടെ കാര്യം, സൂര്യാസ്തമയത്തോടെ സകല രോഗികളെയും ദുരാത്മാക്കൾ ബാധിച്ചവരെയും യേശുവിന്റെ അടുക്കൽ കൊണ്ടുവന്നു. നഗരവാസികൾ മുഴുവൻ തന്നെ വാതിൽക്കൽ വന്നുകൂടി. വിവിധ രോഗങ്ങൾ ബാധിച്ചിരുന്ന വളരെ പേരെ അവൻ സുഖപ്പെടുത്തി. അനേകം ദുരാത്മാക്കളെ പുറത്താക്കുകയും ചെയ്തു. ദുരാത്മാക്കൾക്ക് അവനെ അറിയാമായിരുന്നതുകൊണ്ട് ഒന്നും സംസാരിക്കുവാൻ അനുവദിച്ചില്ല. എന്താ അതിന്റെ കാര്യം? കർത്താവ് ഭൂതങ്ങളെ പുറത്താക്കുന്നവനാണെന്നും നല്ലവനാണെന്നും രക്ഷകനാണെന്നൊക്കെ പറയാൻ നല്ല കാര്യമല്ലേ? ഈ ദുരാത്മാക്കൾ യേശുവിനെ കുറിച്ച് പറഞ്ഞ കാര്യം എന്നെ കേൾക്കാൻ സമ്മതിക്കാൻ ഞാൻ അത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. ദുരാത്മാക്കൾ പറയുന്ന സത്യമാണ്. പക്ഷെ ആ സത്യം കർത്താവിന് കേൾക്കണ്ട, വേറെ ആരെയും കേൾപ്പിക്കരുതെന്നാ പറഞ്ഞത്. കാര്യം എന്താ? ദുരാത്മാവ് സത്യം പറഞ്ഞാലും കേൾക്കുന്നവർക്ക് അശുദ്ധി വരും. വിശുദ്ധാത്മാവിൽ സത്യം പറഞ്ഞാലേ സത്യത്തിന്റെ ഗുണം കിട്ടുകയുള്ളൂ. ആ കാര്യം പഠിച്ചിട്ടുണ്ടോ? നമ്മളെന്തെല്ലാം വർത്തമാനം ആരോടെല്ലാം പറഞ്ഞിരിക്കുന്നു. പറയുന്ന വേദവാക്യമായിരിക്കാം. പക്ഷേ ദൈവനിയോഗമില്ലാതെ പരിശുദ്ധാത്മാവിലല്ലാതെ അസമയത്ത് അസ്ഥാനത്ത് എഴുന്നള്ളിക്കുന്ന കാര്യങ്ങളെല്ലാം മറ്റുള്ളവർക്ക് ദോഷമേ ചെയ്യുള്ളൂ. കർത്താവിന് ഈ സൗഖ്യം പ്രാപിച്ചവൻ വഴിനീളെ തൊട്ടി ഒഴിച്ച് പറഞ്ഞത് നല്ല കാര്യമാണ്. പക്ഷെ അസമയത്ത് അസ്ഥാനത്ത് അയോഗ്യമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് കർത്താവിന് ദോഷം വന്നു. കർത്താവിന് പണിക്ക് തടസ്സമായി. നമ്മളങ്ങനെ ദൈവവേലയ്ക്ക് എന്തെങ്കിലും തടസ്സം ചെയ്തിട്ടുണ്ടോ? ദൈവവേല ചെയ്തിട്ടില്ലെന്ന് മാത്രമല്ല, ദൈവവേലയ്ക്ക് തടസ്സം നിർത്തിയിട്ടുണ്ട്. അതിൽ കുമ്പസാരം ചെയ്തു പറയേണ്ട പാപമാണ്. അതുകൊണ്ട് ഏതെങ്കിലും സ്ഥലത്ത് ചെല്ലുമ്പോൾ കർത്താവ് നിന്റെ വേല അവിടെ നടക്കണം. അത് എനിക്കുള്ള പങ്ക് എന്താണ്? ഞാൻ അടങ്ങി മാറി ഒതുങ്ങി പ്രാർത്ഥിച്ചാൽ മതിയോ? ഞാൻ അതിനകത്ത് എങ്ങനെയാ സഹകരിക്കേണ്ടത്? ഞാൻ അവിടുത്തെ വേലയ്ക്ക് ഇടങ്കോലിടുവോ? ഞാൻ അതിന് തടസ്സമാകുമോ? എന്റെ വാക്ക്, പ്രവൃത്തി, പെരുമാറ്റം മുതലായ ആർക്കെങ്കിലും തടസ്സമാണോ, ഇടർച്ചയാണോ എന്നൊക്കെ നോക്കണം. അതെല്ലാം ദൈവനിയമപ്രകാരം ചെയ്താലേ ഗുണപ്പെടുകയുള്ളൂ. അല്ലെങ്കിൽ പല വേലകളും മുടങ്ങിപ്പോകും, തടസ്സപ്പെടും എന്നുള്ള കാര്യം അവിടെ പഠിപ്പിച്ചിരിക്കുന്നു. ഇവിടെ ഒരു സ്ഥലത്ത് എല്ലാവരും ഒന്നിച്ചുകൂടി, നഗരവാസികൾ മുഴുവൻ വാതിൽക്കൽ കൂടി. കർത്താവ് എന്താ ചെയ്തത്? ദുരാത്മാക്കളോട് അത് മിണ്ടണ്ടെന്ന് പറയാൻ കാര്യം എന്താണെന്നറിയോ? ദുരാത്മാക്കളല്ല അവനെ സാക്ഷിക്കേണ്ടത്, ആത്മനിറവുള്ളവരാണ്. അതുകൊണ്ടാണ് ശിഷ്യന്മാരോട് പറഞ്ഞ, നിങ്ങൾ ഇതൊന്നും ഇപ്പൊ മിണ്ടണ്ട, ഇപ്പൊ പറയണ്ട, നിങ്ങൾ പെന്തിക്കോസ്തി വരെ കാത്തിരിക്കേ, സ്വർഗാരോപണം വരെ കർത്താവിനെ കണ്ടിട്ട് പറയാൻ, നീ മിണ്ടരുത്, നീ നഗരത്തിൽ നിന്ന് പോകരുത്, നീ കാത്തിരിക്കേ, ആത്മാവിൽ നിറഞ്ഞ് വിശുദ്ധാത്മാ നിറവിൽ അഭിഷേകം ജ്വലിപ്പിച്ചിട്ടേ വല്ലതും പറയാവൂ. എങ്കിലേ കേൾക്കുന്നവർക്ക് ഗുണമുള്ളൂ, അല്ലെങ്കിൽ അത് ദോഷം വരുത്തും എന്ന് എത്ര പേർക്ക് മനസ്സിലായി? ഇവർക്ക് മനസ്സിലാകാഞ്ഞുകൊണ്ട് കർത്താവ് പറഞ്ഞ അവർ മനസ്സിലാക്കിയില്ല. കർത്താവ് അവന് ശല്യം വരുത്തുക. പ്രഭാതത്തിൽ അവൻ വളരെ നേരത്തെ എഴുന്നേറ്റ് വിജന സ്ഥലത്തേക്ക് പോയി. ഇങ്ങനെയൊരു സ്വഭാവം നമുക്കുണ്ടോ? വളരെ നേരത്തെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുന്ന ഒരു പതിവ് നമുക്കുണ്ടോ?
വളരെ വൈകി കിടന്നിട്ട് വളരെ വൈകിയല്ലേ എഴുന്നേൽക്കുന്നത്. അതുകൊണ്ടാണ് കൊള്ളരുതാത്തായി പോകുന്നത്. എയർലി ടു ബെഡ് ആൻഡ് എയർലി ടു റൈസ് അപ്പ് എന്നാണ് പറയുന്നത്. കർത്താവിൻ്റെ ആ സ്വഭാവം കർത്താവിനെ അംഗീകരിക്കാൻ. സന്ധ്യ കഴിഞ്ഞു, അത്താഴം കഴിച്ചു, സൂത്താറായം കഴിഞ്ഞ് നേരത്തെ കയറി കിടക്കണം. എന്നിട്ട് എത്രയും പാതിരാത്രിക്ക് എഴുന്നേറ്റ് പ്രാർത്ഥിക്കാൻ വളരെ നല്ലത്. അത് കഴിഞ്ഞ് അതിരാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കാനുള്ള സ്ഥലം കണ്ടെത്തി അവിടെ പോയി സ്വർഗത്തിലെ പിതാവുമായി സംസാരിച്ചിട്ട് ആ പിതാവ് പറയുന്നതനുസരിച്ച് വ്യത്യവസ്ഥ പരിപാടി നിയന്ത്രിക്കണം. അല്ലെങ്കിൽ നമ്മളെ നിയന്ത്രിക്കുന്ന പിശാചോ ജനങ്ങളോ ആയിരിക്കും. നമ്മളെ പിശാചോ മനുഷ്യരോ നിയന്ത്രിച്ചാൽ പോകാം, പിടിവിട്ടു പോകും. കർത്താവിന്റെ മാതൃക നോക്കി. തലേ ദിവസം ഒരു പട്ടണത്തിലുള്ളവർ മുഴുവൻ വന്നു, അവർക്ക് മുഴുവൻ സൗഖ്യം, അവർക്കെല്ലാം അനുഗ്രഹം. അതെല്ലാം കഴിഞ്ഞിട്ട് കർത്താവ് വരെ പറഞ്ഞു വിട്ടിട്ട് വിശ്രമിച്ചിട്ട് അതിരാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കാനൊരു പോകൽ. ഇന്ന് തലേ ദിവസം നല്ലപോലെ വർക്ക് ചെയ്തില്ല, ശാലം കൂടെ കിടന്നുകളയാന്ന് വേണം തോന്നരുതോ. ഒത്തിരി കഷ്ടപ്പെട്ട, ഒത്തിരി വേല ചെയ്ത, എന്നാ വെച്ചാൽ ആവശ്യം എഴുന്നേറ്റാൽ മതി, പ്രാർത്ഥന ഇച്ചിരി കഴിഞ്ഞിട്ടാകട്ടെ. നമ്മൾ പല കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥന മാറ്റി വെച്ചിട്ടില്ലേ? ഞായറാഴ്ച പള്ളിയിൽ പോകോ, ഈ ഞായറാഴ്ച ഇപ്പൊ പോകണ്ട, സന്ധ്യാപ്രാർത്ഥന ശകലം കൂടെ കഴിഞ്ഞോട്ടെ, പ്രഭാത പ്രാർത്ഥന ഇച്ചിരിയുടെ കഴിഞ്ഞോട്ടെ, അതുകൂടി ഒന്ന് കഴിഞ്ഞോട്ടെ, ഈ സീരിയൽ ഒന്ന് തീർന്നോട്ടെ, അതങ്ങനെ വന്നോട്ടെ, ആ പിള്ളേരൊന്ന് വന്നോട്ടെ, അച്ഛനിങ്ങോട്ട് എഴുന്നേക്കട്ടെ, എന്തെല്ലാം കാര്യം പറഞ്ഞാൽ നമ്മൾ പ്രാർത്ഥന മാറ്റി. അപ്പൊ ആരാ? പിശാച് കൊടികുത്തി വാഴാൻ പോവുക. യേശുവിന്റെ സ്വഭാവം നോക്കി. കർത്താവ് തലേ ദിവസം പകല് മുഴുവൻ കഷ്ടപ്പെട്ട് വ്യർത്ഥപ്പെട്ട് ജോലി ചെയ്ത് നേരത്തെ കയറി കടന്നിട്ട് അതിരാവിലെ എഴുന്നേറ്റ് പിതാവിനോട് സംസാരിക്കാൻ പോയി. എന്ത് സംഭവിച്ചു? ശീമോൻ കൂടെയുള്ളവരും അവനെ അന്വേഷിച്ച് പുറപ്പെട്ടു, കണ്ടെത്തി. അപ്പോൾ എല്ലാ മനുഷ്യരും തന്നെ അന്വേഷിക്കുന്നു എന്ന് പറഞ്ഞു. ഇപ്പൊ തലേ ദിവസം അനുഭവം എല്ലാവരും നാടുകൂടെ കേട്ടു. അടുത്ത നാട്ടുകാരും കൂടെ ഓടി വന്നിരിക്കുക. ഒരു നഗരത്തിലെ അടുത്തുള്ള എല്ലാ നഗരത്തിലെ ആളും കൂടെ നേരം വെളുക്കുമ്പോഴേ വന്നിരിക്കുക. നേരം വെളുക്കുന്നതിന് മുമ്പേ കർത്താവിനെ കാണാനെത്തി. നമ്മളാണ് എന്നാ ചെയ്യും? ഉടനെ പരിപാടി അങ്ങ് തുടങ്ങിയത്. പിതാവിനോട് ചോദിച്ചു, കർത്താവേ, എന്നെ ഇന്നലത്തെ പണി കഴിഞ്ഞ് ഇന്ന് എവിടാ പണി? അപ്പൊ ഇന്ന് വേറെ ഇവിടെയെങ്കിലും അല്ല പണി, വേറെടുത്താ. ഇന്നിവിടെ ഇല്ല. ഇത് പിതാവിന്റെ സന്നിധിയിൽ നിന്ന് അറിഞ്ഞിരുന്നുകൊണ്ടാണ് ശിഷ്യന്മാർ വന്ന് വിളിച്ചപ്പോൾ ഇന്ന് ഇവിടെ ഇല്ല, എനിക്ക് പണി വേറെടുത്താണ്, ജനങ്ങൾ പൊക്കോളാൻ പറ. ഈ ഒരു ചിന്താഗതിയും ഈ ഒരു നിയന്ത്രണം നമുക്കുണ്ടോ? കർത്താവ് പറഞ്ഞത് നമുക്ക് സമീപമുള്ള പട്ടണങ്ങളിലേക്ക് പോകാം, അവിടെയും എനിക്ക് പ്രസംഗിക്കേണ്ടിയിരിക്കുന്നു. അപ്പൊ ഈ രാവിലെ വന്നവരുടെ വേലന പ്രസംഗം മുടക്കി, വേല മുടക്കി. അന്ന് അവരുടെ അവിടെ വേല ഇല്ലായിരുന്നു. തലേ ദിവസം വന്നതാന്നേ. തലേ ദിവസം വന്നവർ പിന്നെയും വന്നിരിക്കുക അനുഗ്രഹം മേടിക്കാൻ. അടുത്ത നാട്ടുകാരോട് കേട്ടോട്ടെന്ന് വിചാരിച്ചോ? നമ്മുടെ സ്വഭാവം ഇത് തന്നെയാണ്. കിട്ടിക്കഴിഞ്ഞപ്പോൾ എനിക്ക് എല്ലാം വേണം, എന്നും വേണം, എപ്പോഴും വേണം, എപ്പോഴും വേണം, എല്ലാം എനിക്ക് എന്നാൽ വേറെ ആൾക്കൂടെ കിട്ടിക്കോട്ടെ എന്ന് വിചാരിക്കൂ. നമുക്ക് അനുഗ്രഹം കിട്ടിയാൽ വേറെ ആൾക്കൂടെ കിട്ടണമെന്ന് ആഗ്രഹിക്കണം. ആ പട്ടണക്കാർക്ക് ഒത്തിരി അനുഗ്രഹം കിട്ടിയതാ. പിറ്റേ ദിവസം അതിരാവിലെ വന്നിരിക്കുന്നു പിന്നെ അനുഗ്രഹം മേടിക്കാൻ. കർത്താവ് പറഞ്ഞു, ഇന്ന് ഇവിടുത്തെ പരിപാടി തീർന്നു, ഇന്ന് ഇവിടെയല്ലേ വിളമ്പ്, അടുത്ത പട്ടണത്തിൽ അങ്ങോട്ട് പോകണമെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ ആരൊക്കെ നമ്മളോട് എന്നാ ചോദിച്ചാലും പറഞ്ഞാലും പിതാവിനോട് ചോദിക്കും, പിതാവെ ഇന്ന് ഞാൻ ചെയ്യേണ്ട പണിയാണോ ഇത്? നമ്മൾ എവിടെ വിളിച്ചാലും ആര് വിളിച്ചാലും എന്നത്തെയൊക്കെ പറഞ്ഞാലും ഉടനെ അത് വിവരം പിതാവിനെ അറിയിക്കണം. അങ്ങനെ ദൈവത്തിന് നിയോഗമില്ലാതെ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം അതെല്ലാം പാപമായി തീരും, അതെല്ലാം വീഴ്ചയായി തീരും, താഴ്ചയായി തീരും, ദൈവത്തിന് വേദനയാകും എന്നുള്ള കാര്യം ഓർപ്പിക്കും. നമ്മൾ എവിടെയെല്ലാം ദൈവത്തോട് ചോദിക്കാതെ പോയിരിക്കുന്നു, മനുഷ്യർ പറഞ്ഞതനുസരിച്ച് ചെയ്തിരിക്കുന്നു. അത് കുമ്പസാരിച്ച് ഏറ്റു പറയേണ്ട കാര്യമാണെന്ന് പറയുന്നത്. കർത്താവ് വന്ന് പ്രാർത്ഥിച്ചില്ലായിരുന്നെങ്കിൽ ശിഷ്യന്മാർ വന്ന് വിളിച്ച് പ്രാർത്ഥിക്കാതെ അവിടെ കൂടെ പോയിരുന്നതിന് എങ്ങനെ ഇരുന്നേന്? ശിഷ്യന്മാർ വിളിച്ചു വന്നാൽ പോയൊക്കെ അവിടെ അടുത്ത തലേ ദിവസം ചെയ്ത പണി പിറ്റേ ദിവസം അവിടെ തന്നെ ചെയ്തിട്ട് അത് കൃത്യവിലോപമായി അത് വേറെ സ്ഥലത്തെ വേലയ്ക്ക് തടസ്സമായി വരുമെന്ന് കർത്താവൻ മനസ്സിലായിക്കൊണ്ട് അവിടുന്ന് വിട്ടുപോയി എന്നാ പറയുന്നത്. അവിടെയും എനിക്ക് പ്രസംഗിക്കേണ്ടിയിരിക്കുന്നു, ഇതിനല്ലോ ഞാൻ വന്നിരിക്കുന്നു. ഈ ഒരു ഏതിനാണ് നമ്മൾ വന്നിരിക്കുന്നത് എന്നുള്ള ബോധം നമുക്കുണ്ടോ? എന്തിനാണ് നിങ്ങൾ സങ്കേതമണ്ഡലത്തിൽ വന്നിരിക്കുന്നത്? ആ ബോധമുണ്ടോ? എന്തിനാ കർത്താവ് നീ എന്നെ ഇവിടെ കൊണ്ടുവന്നു? നിങ്ങൾ ആരെങ്കിലും ചോദിച്ചോ? അതാദ്യം ചോദിക്കണം. ദൈവമേ, നീ എന്നെ ഇവിടെ എന്തിനു കൊണ്ടുവന്നു? ഞാൻ ആർക്കെങ്കിലും തടസ്സമാകുമോ? ഞാൻ ആരെങ്കിലും സഹായിക്കുമോ? ഞാൻ നിന്റെ വിലക്ക് കൂട്ടു നിൽക്കുമോ? ഞാൻ നിന്റെ വിലക്ക് തടസ്സം നിർത്തുമോ? എന്റെ സാന്നിധ്യം കൊണ്ട് ആരെങ്കിലും ഇവിടെ വന്നിട്ട് പിന്നെ വരാതിരുന്നിട്ടുണ്ടോ? എന്റെ പെരുമാറ്റം കൊണ്ടോ എന്റെ പ്രവൃത്തി കൊണ്ടോ എന്റെ പ്രവർത്തന ശൈലി കൊണ്ടോ ആർക്കെങ്കിലും ഇടർച്ച വന്നിട്ടുണ്ടോ എന്ന് നിങ്ങൾ ചോദിച്ചിട്ടുണ്ടോ? ഇവിടെ വന്നുകൊണ്ടിരുന്ന പലരും ഇപ്പോൾ വരുന്നില്ല. ഇവിടെ പലരോടും പ്രതിഷേധമുണ്ട്. അത് നല്ലതോ ചീത്തയോ എന്നുള്ളത് വിഷയമല്ല. അതിന് ഞാൻ ഉത്തരവാദിയാണെന്ന് ഞാൻ ചോദിക്കുകയാണ്. ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലായോ? അങ്ങനെ ഒരു സ്വയപരിശോധന ആവശ്യമുണ്ട്. നമ്മൾ ഏതിനായിട്ടാണ് എവിടെയെങ്കിലും പോകുന്നത്? നമ്മൾ ഏതിനായിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്? നമ്മൾ ഏതിനായിട്ടാണ് പള്ളിയിൽ പോകുന്നത്? എന്തിനാണ് ഓഫീസിൽ പോകുന്നത്? അവിടെ എന്താ ദൈവം എന്ന് പ്രതീക്ഷിക്കുന്നത്?
എന്നിൽ നിന്ന് മാത്രം ദൈവം പ്രതീക്ഷിക്കുന്ന കാര്യം എന്താണ്? ഈ ഒരു ഉൾക്കാഴ്ച നമുക്ക് വേണമെന്നുള്ള കാര്യം ഓർപ്പിക്കുന്നു. കർത്താവിനെ അനുഗമിക്കുവാനുള്ള നല്ല സ്വഭാവം. കർത്താവിനെ ഒരു നാട്ടുകാർ മുഴുവൻ വന്ന് വിളിച്ചെങ്കിലും പിതാവിനോട് ചോദിച്ചപ്പോൾ ഇന്ന് ഇവിടെയല്ല പണി, വേറെടുത്താണെന്ന് പറഞ്ഞാൽ അവിടെ ഇടത്ത് പോയി. ഈ ഒരു കൃത്യബോധം നമുക്കുണ്ടോ എന്നുള്ളത് ചിന്തിക്കുന്നു. അപ്പോൾ ഇത്രയും നേരം പറഞ്ഞതിന് ചുരുക്കം, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ക്രിസ്ത്യാനിയായി പള്ളിയിൽ പോകുന്നവരാ, പ്രാർത്ഥിക്കുന്നവരാ, അനുഗ്രഹം മേടിക്കുന്നവരാണ്. നമ്മൾ മറ്റുള്ളവരുടെ അനുഗ്രഹത്തിന് തടസ്സമാണോ? കർത്താവിൻ്റെ വേലയ്ക്ക് നമ്മൾ സഹായികളാണോ തടസ്സക്കാരാണോ? ഈ കാര്യം പരിശോധിച്ചുകൊണ്ട് ഇപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. കഴിഞ്ഞ കാല ജീവിതത്തിൽ ഇതൊന്നും മനസ്സിലാക്കാതെ കടന്നുപോയ ഒത്തിരി പേരുണ്ട്. അവർക്ക് വെള്ളം കിട്ടാത്തിരുന്ന് വിഷമിക്കുന്നുണ്ട്. അവരിവിടെ വന്നിട്ടുണ്ട്, വാങ്ങിപ്പോയവരൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. മക്കളെ, ഞങ്ങൾക്ക് ഇതൊന്നും പറഞ്ഞു തരാൻ ആളില്ലായിരുന്നു, ഞങ്ങൾ പള്ളിയിൽ പോവുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്ത് ജീവിച്ചു, പക്ഷേ വെള്ളം കിട്ടാത്തിടത്ത് കിടന്ന് വിഷമിക്കുക എന്ന് പറയുന്ന ആ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി നമ്മൾ പുതുവം വയ്ക്കാൻ പോവുകയാണ്. ഇന്ന് നമ്മുടെ വാങ്ങിപ്പോയിരിക്കുന്ന സകലർക്ക് വേണ്ടി ഒന്നുകൂടെ പ്രാർത്ഥിക്കുകയാണ്. ഒരു അലക്സ് 32 വയസ്സുണ്ടായിരുന്ന ഒരു അലക്സ് നെല്ലിക്കുന്നിൽ കൊടുമൺ വാങ്ങിപ്പോയിട്ട് ഓർമ്മ ദിവസമാണെന്ന് അദ്ദേഹത്തിന് വേണ്ടി പുതുവം വയ്ക്കുകയാണ്. ആ അലക്സിൻ്റെ വിധവയായിരിക്കുന്ന ഭാര്യയും മക്കളും വന്നിട്ടുണ്ട്. അവർക്ക് ആശ്വാസം കൊടുക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മളെ ഇന്ന് ഇവിടെ കൊണ്ടുവന്ന് അവർക്ക് ആശ്വാസം കൊടുക്കാനും കൂടിയാണ് നമ്മൾ വന്നിരിക്കുന്നത്. ആരെയൊക്കെ ആശ്വസിപ്പിക്കാമെന്ന് ചോദിച്ചാൽ അതും കൂടെ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടേണ്ട ആശ്വാസം കിട്ടുമെന്നുള്ള കാര്യം ഓർപ്പിക്കാം. ഇപ്പോൾ നമ്മൾ ധൂമിക്കുകയാണ്. കാര്യങ്ങൾക്ക് നന്ദി പറയുകയാണ്. നന്ദി പറയുമ്പോൾ നമുക്ക് ചില ഉത്തരവാദിത്തങ്ങൾ വന്നു തരും. അതെന്താണ് നമ്മൾ തിരിച്ചറിയണം. ഇന്ന് നമ്മൾ വായിച്ച തിരുവചന പ്രകാരം ഒരു പട്ടണത്തിൽ ഉണ്ടായിരുന്നവർ മുഴുവനും, നഗരവാസികൾ മുഴുവനും തന്നെ വാതുക്കൽ കൂടി വിവിധ രോഗങ്ങൾ ബാധിച്ചിരുന്ന വളരെ പേരെ അവൻ സുഖപ്പെടുത്തി അനേകം ദുരാത്മാക്കളെ പുറത്താക്കുകയും ചെയ്തു. ഇത്രയും വലിയൊരു ശുശ്രൂഷ ചെയ്തപ്പോൾ കർത്താവിനും ശിഷ്യന്മാർക്കും എന്തെല്ലാം പണി കിട്ടിയെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഒരു നഗരത്തിലുണ്ടായിരുന്നവരെ മുഴുവനും തൊടുകയും ശുശ്രൂഷിക്കുകയും അവരെ സൗഖ്യമാക്കുകയും അവരുടെ ഉപദേശം കൊടുക്കുകയും ചെയ്തപ്പോൾ കർത്താവിന് എന്ന് മാത്രം ക്ഷീണം വന്നതാണ്. ചിന്തിച്ചിട്ടുണ്ട്? ഒരു മനുഷ്യനല്ലേ, ഒരു മനുഷ്യനായി വന്നിരിക്കുന്ന കർത്താവിന് നല്ല ക്ഷീണം ഉണ്ടായി കാണോ? ശിഷ്യന്മാർക്ക് ക്ഷീണം വന്നു കാണോ? അവരൊരു ആഹാരം കഴിച്ചു എന്നൊന്നും ഇവിടെ പറയുന്നില്ല. നേരത്തെ നോക്കുമ്പോൾ തൊട്ട് അന്ത്യ വരെയും ഇവരെ പറഞ്ഞു വിട്ടിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചായിരിക്കും, ഒന്നും കഴിച്ച് കാണുകയില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെയായ ശുശ്രൂഷയ്ക്കിടയിൽ ശുശ്രൂഷ ചെയ്യുന്നവർക്ക് അവരുടെ കൃപാവരങ്ങൾ ജ്വലിപ്പിച്ച് അതിനെ ആശ്വസിപ്പിച്ചുകൊണ്ട് ഇരിക്കുമ്പോൾ ആ വേല ചെയ്യുന്നവരെ സഹായിക്കാൻ ഒരു 12 പേരുണ്ടായിരുന്നു. വലിയ കാര്യമായി. ആ 12 പേരെ കർത്താവ് മലയെ പ്രാർത്ഥിക്കാൻ പോയപ്പോഴത്തേക്ക് തപ്പി വന്ന ജനങ്ങളുടെ പ്രതിനിധിയായി ഇവർ പോയി വിവരം പറഞ്ഞപ്പോൾ പിന്നെ അവരെന്നാ ചെയ്തെന്നുള്ള കാര്യം ഇതിനകത്ത് എഴുതിയിട്ടില്ല. നഗരത്തിലുള്ളവരും അടുത്ത നിരക്കാരും കൂടെ വന്നിട്ടുണ്ട്. ലക്ഷക്കണക്കിനും 1000കണക്കിന് പേരാ വന്ന് നിൽക്കുന്നത്. നേരം വെളുക്കുന്നതിനുമ്പേ വന്നിരിക്കുക ആദ്യമേ തൊടാൻ. അപ്പോൾ കർത്താവ് പറഞ്ഞു, ഇവിടെയല്ല ഇന്നത്തെ പരിപാടി. അപ്പോൾ ഇവരെ പിരിച്ചുവിടാൻ എന്തുമാത്രം വിഷം ഉണ്ടാക്കണം. അന്നത്തെ കുരിശാതെ ഇവരെ മുഴുവൻ പറഞ്ഞു വിടുക എന്ന് പറയുന്നത് വലിയ വിഷമമാണ്. അസമയത്ത് അസ്ഥാനത്ത് എന്തെങ്കിലും ആവശ്യപ്പെടുന്നവരോ ഇരിക്കുന്നവരെയോ പറഞ്ഞു വിടുക എന്ന് പറയുന്നത് ഭയങ്കര കുരിശാ. അതറിഞ്ഞിരിക്കണം. നാൾതോറുമുള്ള കുരിശിനകത്ത് ഒരെണ്ണം ഇതാണ്. അനേകർക്ക് അനുഗ്രഹം കൊടുത്തതിന് ശേഷം കൊടുക്കുന്നയാളിൻ്റെ ക്ഷീണം, തളർച്ച, വേദന, ആവശ്യങ്ങൾ ആരെങ്കിലും അറിയുന്നുണ്ടോ? അവരുടെ കാര്യങ്ങൾ നടക്കാൻ നിങ്ങൾ വല്ലതും ചെയ്യുന്നുണ്ടോ? എന്നെ സഹായിച്ച ആളിനെ എനിക്ക് എങ്ങനെ സഹായിക്കാൻ സാധിക്കും? ഒരച്ഛൻ കുർബാന കഴിഞ്ഞിട്ട് പറയുന്നത് എനിക്ക് വേണ്ടി നിങ്ങൾ ആരെങ്കിലും പ്രാർത്ഥിക്കുന്നുണ്ടോ? പ്രാർത്ഥിച്ചാൽ എത്ര സമയം എടുക്കും? എത്ര സമയം വേണമെന്നറിയാവോ? മണിക്കൂറുകൾ പ്രാർത്ഥിച്ചാലേ ഈ അച്ഛൻ പിന്നെ എഴുന്നേൽക്കുള്ളൂ. പോയി കിടക്കുക, വീഴുക. അപ്പോൾ ആ വീണ്ടും അടുത്ത ശുശ്രൂഷ വേണമെങ്കിൽ അനേകം ഉണ്ടായിരുന്ന ശക്തി മുഴുവൻ ഊറ്റി കുടിച്ചുകൊണ്ട് പോയി. ഇനി പുതിയ ശക്തി നിറഞ്ഞു വരണം. അതിനെ മാറി ഇന്ന് പ്രാർത്ഥിക്കാനും ശുദ്ധീകരണം പ്രാപിക്കാനും സഹായിക്കാൻ ആരെങ്കിലും വേണ്ടേ? നിങ്ങൾ അതിനുവേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ടോ? ഇപ്പോൾ സങ്കേതഭവനത്തിന് വേണ്ടി ഞങ്ങൾ അങ്ങനെ പ്രാർത്ഥിക്കും. വയസ്സിനിക്ക് 73, 74 ഇന്ന് കിടന്നാൽ കൊള്ളാവുന്നുണ്ട്. എല്ലാവരും ഇന്ന് ഏൽപ്പിച്ചെന്ന് മാറിയാൽ കൊള്ളാവുന്നുണ്ട്. കാരണം കൊല്ലം എത്രയായി പണി തുടങ്ങിയിട്ടുണ്ടറിയാം. 22-ാം വയസ്സ് തുടങ്ങിയ വയസ്സ് 73, 50 കൊല്ലം കഴിഞ്ഞു. റിട്ടയർ ചെയ്യാനുള്ള എല്ലാ അവകാശങ്ങളും ഉണ്ടല്ലേ? പക്ഷെ പറ്റുമോ? ആളുകൾ രാത്രിയും പോലും ഇല്ലാതെ മുട്ടിക്കൊണ്ടിരിക്കുക, വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ എഴുന്നേറ്റ് ഒരു മടിയില്ലാതിന് ബാക്കി പണി ചെയ്യുകയാണ്. കർത്താവ് അയച്ചതാണല്ലോ എന്ന് വിചാരിച്ചാൽ. അപ്പോൾ കർത്താവ് ബാക്കി കാര്യം ചെയ്തോളൂ. ചിലരെ ഇവിടെ നോ പറയേണ്ടിയും വരുന്നുണ്ട് കേട്ടോ. അവർ പിണങ്ങി പോകാറുണ്ട്. കർത്താവിനോട് ചോദിക്കുമ്പോൾ ഇപ്പം ഈ പണി ചെയ്യേണ്ട, ഇപ്പോഴത്തേക്കുള്ളതല്ല, ഇവിടുത്തെ പണിയല്ല, ഇന്നടത്തോട് പോകാൻ പറയാമെന്നൊക്കെ ചിലർ പരുമലയ്ക്ക് പറഞ്ഞുകൊണ്ട് ഇവിടെയല്ല, നിങ്ങളുടെ കാട് അവിടെയാണെന്ന് പറയും. ചിലർ വേറെ ചിലത്ത് പറഞ്ഞുകൊണ്ടുണ്ട്. ചില വികാരിയത്തിൻ്റെ അടുത്തേക്ക് പറഞ്ഞു വിടും. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ പലർക്ക് ഇഷ്ടമല്ല എന്നുള്ളത് അതും ഒരു കുരിശാണെന്നുള്ള കാര്യം ഓർപ്പിക്കരുത്. അപ്പോൾ യേശുവിനെ ഇങ്ങനെയുള്ളതായ 1000കണക്കിന് പേരെ ശുശ്രൂഷിക്കുന്ന വേലയുണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് രാത്രി മുഴുവൻ പ്രാർത്ഥിച്ചിട്ട് 12 പേരെ കിട്ടി. ആ 12 പേര് ഇങ്ങനെ കർത്താവിനെ സഹായിച്ചു
അതുകൊണ്ടാണ് കർത്താവിന് വേല നിവൃത്തിയായെന്ന് പറഞ്ഞ് പോകാൻ സാധിച്ചെങ്കിൽ ആരെയും കിട്ടാത്ത രാത്രിയും ഉണ്ടായിരുന്നു. എവിടെയാണ്? ഗെത്സമന തോട്ടത്തിൽ എല്ലാവരും കിടന്നുറങ്ങിയപ്പം ആ വിവരം ആരെയും അറിയിച്ചു. അപ്പച്ചനെ അറിയിച്ച അപ്പച്ചൻ എല്ലാം പോയി, ഒന്നുമില്ല, എനിക്ക് സഹിക്കാൻ മേല, പരിപാടി മാറ്റിയാക്കട്ടെ എന്ന് ചോദിച്ചു. പക്ഷെ എൻ്റെ ഇഷ്ടമല്ല. അപ്പോൾ ഒരു ദൂതൻ വന്ന് സഹായിച്ചു. അപ്പോൾ ആരുമില്ലെങ്കിൽ ദൂതനെയെങ്കിലും കിട്ടാൻ വിവരം പിതാവിനെ അറിയിച്ചേക്കണം. അപ്പോൾ എനിക്കൊരു 15 പേരെങ്കിലും സഹായിക്കാനുണ്ടെങ്കിൽ ഇനി ശിശുവിടെ മുമ്പോട്ട് കൊണ്ടുപോകാനൊക്കെ. കാരണം എന്നാന്ന് പറയാം, 15 കുരിശുകൊണ്ടിരിക്കും. നിങ്ങൾക്ക് എത്രയാണ്? ഒരു കുരിശേ കാണും. ഈ തലയിൽ എത്രയാണ് കുരിശുണ്ട്? 13 കുരിശ്. ഇവിടെ 6, 12, 13 ഒന്ന് കഴുത്തേ ഞാത്തിയിട്ടുണ്ട്, ഒന്ന് തോളയിലുണ്ട്. അപ്പോൾ എത്രയായി? അപ്പോൾ 15 കുരിശും കൊണ്ട് ഞാൻ വീഴാൻ സാധ്യതയുണ്ട്. 15 കുരിശും കൊണ്ട് വീഴാതിരിക്കണമെന്ന് താങ്ങാൻ ഒരാളും കൂടെ ഉണ്ടെങ്കിൽ വലിച്ചുകൊണ്ട് നടക്കാം. അപ്പോൾ എൻ്റെ ഇടത്തെ തോളിലിരിക്കുന്ന കുരിശും തലയിലെ കുരിശും കഴുത്തേലെ കുരിശും കൊണ്ട് ഞാൻ വലിഞ്ഞു പോകുമ്പോൾ വലതുവശത്ത് ഒരാൾ വന്ന് ഒന്ന് താങ്ങി തരികയാണെങ്കിൽ അപ്പോൾ ഈ വീഴാതെ ചിലപ്പോൾ അങ്ങ് പോയി പറ്റാൻ സാധിക്കും. അപ്പോൾ ഒരു 15 കുരിശും താങ്ങാൻ 15 പേര് ഓരോ കുരിശിൻ്റെ അറ്റത്തു നിന്ന് താങ്ങി തരികയാണെങ്കിൽ വേണമെങ്കിൽ ഓരോ ദിവസവും വേണമെങ്കിൽ പണി തീർത്തിട്ട് പോയി ഒന്ന് കിടക്കാം. കിടന്നിട്ട് അതിരാവിലെ ഒന്ന് എഴുന്നേക്കാം. അതിരാവിലെ എഴുന്നേറ്റ് മലയെ പോകാം, പ്രാർത്ഥിക്കാം. പിറ്റേ ദിവസം വരുന്നവർക്ക് വേണ്ടി വീണ്ടും ലോഡ് ചെയ്യാം. അനുഗ്രഹം ലോഡ് ചെയ്യണ്ടേ? കുത്തിവെക്കുന്നതിന് മുമ്പ് മരുന്ന് ലോഡ് ചെയ്യണ്ടേ? സിറിഞ്ചിനകത്ത് എന്ന് പറഞ്ഞ പോലെ ഇത് ഒത്തിരി പണിയുള്ളതാണ്. അപ്പോൾ ഒരു 15 പേരെ വേണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. ഒരു 15 പേരെ മധ്യസ്ഥ പ്രാർത്ഥന കിട്ടിയിട്ടുണ്ട്. അതിന് പ്രത്യേകത എന്നാണെന്നറിയാമോ? കുരിശ് താങ്ങാൻ മനസ്സുള്ളവർ. സ്വന്തം കുരിശുള്ളവരാ. സ്വന്തം കുരിശ് കൊണ്ട് വീഴാത്തവർക്ക് മാത്രമേ വേറെ ആൾ കുരിശ് താങ്ങിക്കൊടുക്കാൻ. അങ്ങനെ ഇത്രയും നാളിവിടെ വേല ചെയ്ത് കഴിഞ്ഞപ്പോൾ കുറേ പേർക്ക് മനസ്സ് തോന്നി, ഇയാളെ സഹായിക്കാൻ വേണമല്ലോ. 1-2 മണിക്കൂറൊക്കെ ഇവിടെ നിന്ന് പ്രാർത്ഥിക്കുന്ന ഒരു മധ്യസ്ഥ പ്രാർത്ഥനാ സംഘം ഉണ്ടായിട്ടുണ്ട്. ഞാനവരെ വിളിച്ചതല്ല, അവർക്ക് ആവശ്യബോധം ഉണ്ടായിട്ട് വേറെ പല സ്ഥലങ്ങളിൽ നിന്ന് പലരും വന്ന് ഇതൊരാവശ്യമാണ്, അത്യാവശ്യം ഇത് തകർന്നു പോകുമെന്ന് പറഞ്ഞതനുസരിച്ച് സ്വന്തം കുരിശിൻ്റെ കൂടെ എൻ്റെ കുരിശ് താങ്ങാനും കൂടെ ഒരു കൈ ഫ്രീ ആക്കിയിട്ടുള്ള ഏതെങ്കിലും കുരിശിൻ്റെ അടിയിൽ കിടക്കുന്നവർക്ക് വേറെ ആളെ താങ്ങാനും പോകും. ചിലരെ കുരിശിൻ്റെ അടിയിൽ കിടന്നുകൊണ്ട് ഇതിനെ താങ്ങാൻ വന്നിട്ടുണ്ട്. നിങ്ങൾ താങ്ങണ്ടെന്ന് പറഞ്ഞു. അതിന് കാര്യം, സ്വന്തം കുരിശ് കൊണ്ട് വീണ് കിടക്കുക, സ്വന്തം കുരിശെടുത്ത് കീടം പ്രാപിക്കാൻ സാധിക്കാതെ വീണ് കിടക്കുമ്പോൾ നിങ്ങളിനി വേറെ ആരെയും സഹായിക്കാൻ പറ്റിയാൽ നിങ്ങളുടെ കുരിശൊന്ന് കൊണ്ട് എഴുന്നേറ്റ് വേലയൊന്ന്. അപ്പോൾ ആരും അങ്ങനെയുള്ള ആരും പരിഭവിക്കേണ്ട. സ്വന്തം കുരിശ് കൊണ്ട് വീഴാത്തവർക്ക് മാത്രമേ വേറൊരാളുടെ കുരിശ് എടുത്തുകൊണ്ട് നടക്കുമ്പോൾ താങ്ങാൻ. കേട്ടോ? അപ്പോൾ നിങ്ങളുള്ള വിരോധം കൊണ്ടല്ല, നിങ്ങളുടെ ദേഹം കൊണ്ട് സഹതാപം കൊണ്ടാണ്. നിങ്ങളുടെ കുരിശ് തന്നെ നിങ്ങൾക്ക് എടുക്കാൻ കഴിയില്ല. അപ്പോൾ വേറെ ആളുടെ കുരിശ് താങ്ങാൻ വരുന്ന സഹായിക്കുക. അവരുടെ സ്നേഹത്തിന് നന്ദി പറയുന്നു. പക്ഷേ എല്ലാവരും കൂടെ വീഴും. സ്വന്തം കുരിശും കൂടെ എടുക്കാൻ കഴിയില്ലാത്തവർ വേറെ ആളെ താങ്ങാൻ വന്നാൽ രണ്ടും കൂടെ മുങ്ങി ചാവുന്നവരെ രക്ഷിക്കാൻ എടുത്തിയാളിയാൽ 2 പേരും കൂടെ ചാവുമെന്നാണ് പറയുന്നത്. കാര്യം എന്താ? കയറി അങ്ങ് പിടിക്കും. 2 പേരും കൂടെ വെള്ളം പിടിച്ച് ചാവുമെന്നാണ് പറയും. അപ്പം മുങ്ങിച്ചാകുന്നവരെ രക്ഷിക്കാനും മുങ്ങൽ വിദഗ്ധന്മാർക്കും മുങ്ങി താഴാൻ സാധിക്കാതില്ലാത്തവർക്ക് മാത്രമേ അവരെ താങ്ങാൻ സഹായിക്കാൻ അങ്ങനെയുള്ള മനസ്സും അതിനുള്ള ശക്തിയുള്ളവർ മാത്രം മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് വന്നാൽ മതി. അങ്ങനെ 15 പേരെ കിട്ടിയിട്ടുണ്ട്. ഇനിയും വേറെ 15 പേര് വേണം. അതെന്തിനാണെന്നറിയാം? സ്ത്രീകളുടെ ഇടയിൽ സ്ത്രീകളുടെ പ്രശ്നം കൈകാര്യം ചെയ്യാൻ സ്ത്രീകളിൽ നിന്ന് തന്നെ കുരിശ് താങ്ങാൻ കഴിവുള്ള ഇവരെല്ലാം കുരിശും കൊണ്ടാണ് വന്നിരിക്കുന്നത്. അങ്ങനെ സ്ത്രീകളുടെ ഒരു മധ്യസ്ഥ പ്രാർത്ഥനാ സംഘം വേണം. ആദ്യം 2 പേര് ഏതെങ്കിലും കുരിശിന് ജോലി പോയി മനസ്സുള്ളവർ പ്രാർത്ഥിക്കും. അത് 3 ആകും, 4 ആകും, 5 മനപ്പൊരുത്തത്തോടെ പ്രാർത്ഥിക്കാൻ കഴിയുന്ന 15 സ്ത്രീകൾ ചേർന്ന് ഒരു മധ്യസ്ഥ പ്രാർത്ഥനാ സംഘം ഉണ്ടാകണം. അത് ദൈവം വിളിച്ചിട്ട് വേണം വരെ. അങ്ങനെയുള്ളവർ ഇന്നു മുതൽ അതിനുവേണ്ടി പ്രാർത്ഥിക്കുക. ഇപ്പോൾ ഉള്ള 15 പേരെ അവരെ പ്രത്യേകം അഭിഷേകം ചെയ്ത് എൻ്റെ കുരിശ് താങ്ങാൻ അവർ സഹായിച്ചുകൊണ്ടിരിക്കുന്നു. രാത്രി പോലില്ലാതെ അവർ പ്രാർത്ഥിക്കുന്നു, പ്രാർത്ഥനാ വിഷയങ്ങൾ പങ്കിടുന്നു. അത് ദൈവം തന്നതാണ്. ഇനി പുരുഷന്മാരുടെ തന്നെ ഒരു മധ്യസ്ഥ പ്രാർത്ഥനാ സംഘം വേണം. അങ്ങനെ മധ്യസ്ഥ പ്രാർത്ഥനയിൽ ചേരാൻ ആഗ്രഹിക്കുന്നവർക്ക് അടുത്ത ഗ്രൂപ്പിലെ മെമ്പേഴ്സ് ആകാൻ ട്രെയിനിങ് ആവശ്യമുണ്ട്. ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ ആരാധന കഴിഞ്ഞാൽ കുരിശിൻ്റെ അടുത്തോട് ഉൾക്കൊള്ളുക. കുരിശിൻ്റെ അടുത്തോട് മാത്രമേ ബന്ധം കിട്ടുകയുള്ളൂ. കൂട്ടുവേല ചെയ്യാനുള്ളവരെ ദൈവം കുരിശിനെ ചൂണ്ടിത്തരണം. മാതാവിനെ സഹായിക്കാൻ യോഹന്നാനെ സഹിക്കും മാതാവിനെയും കൊടുത്ത് എവിടെ വെച്ചാൽ കുരിശിന് ചൂണ്ടി. അതിനെവിടെ ഇത്രയും കുരിശുകൾ വെച്ചിരിക്കുന്നത്? അതുകൊണ്ട് മധ്യസ്ഥ പ്രാർത്ഥനയിലൂടെ അനേകരുടെ കുരിശു താങ്ങി ആ ദൈവവേലയിൽ സഹായിക്കാൻ ആഗ്രഹിക്കുന്ന കർത്താവിൻ്റെ ശിഷ്യ പദവിയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നവർക്ക് നിങ്ങൾ ഏതെങ്കിലും കുരിശിന് ചൂണ്ടി പോകുമ്പോൾ അത് കണ്ടുകൊണ്ട് ഒരാളും കൂടെ വരും. അപ്പോൾ 2 പേരായി. 2 പേര് പ്രാർത്ഥിച്ചു കഴിയുന്നു. അത് കണ്ടുകൊണ്ട് വേറെ ആൾ 3 ആവും. അങ്ങനെ 15 ആകുമ്പോൾ വിവരം അറിയിച്ചാൽ നിങ്ങൾക്ക് പ്രത്യേക ഒരു അഭിഷേക ശുശ്രൂഷയുണ്ട്. അഭിഷേകത്തോടെ മാത്രമേ സ്വന്തം കുരിശ് പിടിച്ചുകൊണ്ട് വേറെ ആളുടെ കുരിശും കൂടെ താങ്ങാൻ സാധിക്കും. അതുവരെ നിങ്ങൾ ഒറ്റയ്ക്കാണ്, നിങ്ങൾ തനിച്ചാണ് ഈ പരിപാടി ചെയ്യുന്ന കാര്യം. പുരുഷന്മാർക്കും അങ്ങനെ ചെയ്യാം, സ്ത്രീകൾക്കും അങ്ങനെ ചെയ്യാം. അനേക നാളത്തെ ശ്രമഫലമായി 15 പേര് ഇവിടെയും ദൂരെയുള്ള പലരുമായി ഒന്നിച്ചുകൂടി ഇപ്പോൾ എൻ്റെ കുരിശ് താങ്ങാൻ എന്നെ സഹായിക്കുന്നതിന് നന്ദി പറയുന്നു. അവർക്ക് നന്ദി പറയുന്നു. അവരങ്ങനെ ചെയ്യുന്നതിന് നിങ്ങൾ നന്ദി പറയുക. നിങ്ങൾ 2 ഗ്രൂപ്പും കൂടി ഉണ്ടാക്കാൻ 3 ഗ്രൂപ്പിൻ്റെ ആവശ്യമുണ്ട്.
മനസ്സിലായോ? 15 വിവരം അറിയിച്ചാട്ട് അവർക്ക് വേണ്ടി ഒരു അഭിഷേക ശുശ്രൂഷ ചെയ്യും. ആ അഭിഷേകത്തോടെ വേല ചെയ്യാൻ സാധിക്കും. അങ്ങനെ അതിൻ്റെ എണ്ണം, ആ ഗ്രൂപ്പുകളുടെ എണ്ണം വർദ്ധിപ്പിച്ച് അനേകരെ താങ്ങുന്ന, ആയിരക്കണക്കിന് വരെ താങ്ങുന്ന ശിഷ്യ സമൂഹമായി നമുക്ക് മാറാൻ സാധിക്കുമെന്ന് അറിയിച്ചുകൊണ്ട് ഞാനിവിടെ സമാപിക്കുന്നു. ഞങ്ങളെ സ്നേഹിക്കുന്ന ദൈവമേ, കർത്താവിൻ്റെ ഇന്നത്തെ വചനങ്ങൾക്കായി ഞങ്ങൾ നന്ദി പറയുന്നു.